പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ പറയുന്നത് എന്തിനാണ് നിരന്തരമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ഇതിൽ നടക്കുന്ന അപകടങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ 14-15 വയസ്സുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ഇത് സോഷ്യൽ മീഡിയയുടെ ഏത് ലിമിറ്റ്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് മാത്രം ചെന്നെത്തുന്ന അപകടങ്ങളും പ്രശ്നങ്ങളും അറിയാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കാത്തത് എന്ന് നിങ്ങൾ അത് അറിയുന്നോ നിങ്ങൾ ഷോക്കായി പോകും. 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്. ആത്മഹത്യയുടെ കാരണം അവർ ഒരു കൊറിയൻ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, ഓൺലൈൻ പ്രണയത്തിലാണ്. പക്ഷെ കുറെ മുന്നോട്ട് പോയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഒന്നാ അക്കൗണ്ടന്റ് അല്ല, പിന്നെ ഒറിജിനൽ അല്ല. രണ്ടാമത്തേത് ഇനി ഒരിക്കലും കൊറിയയിലേക്ക് എത്തി അവൾ പ്രണയിക്കുന്ന ഒരാളുടെ കൂടെയുള്ള ജീവിതം സാധ്യമല്ല, അതുകൊണ്ട് ഇനി ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടതില്ല എന്നൊരു കുറിപ്പ് എഴുതി വെച്ച് ഫ്ലാറ്റിന് മുഖത്ത് അയക്ക് ചാടി ആത്മഹത്യയോട് നടക്കുന്നത് എന്താണ്? ഡീപ്പ് ഫേക്കുകളുടെ കാലമാണ്. നിരന്തരമായിട്ട് ഡീപ്പ് ഫേക്കുകളുടെ വാർത്തകൾ വരുന്നു, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, പോലീസ് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു, ഒന്നും നടക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. പ്രിയപ്പെട്ടവരെ, വിസ്ഡം സ്റ്റുഡൻസ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ക്യാമ്പയിൻ അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചാനലിലൂടെയും അതുപോലെ തന്നെ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞ 2 മാസത്തെ പ്രവർത്തനങ്ങളിലൂടെയും അതിൻ്റെ വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ പൊതുജന സമക്ഷം എത്താൻ വേണ്ട ചില വർക്കുകൾ ഞങ്ങൾ എടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ രംഗത്ത് തന്നെ സംസാരിക്കാൻ കഴിവുള്ള അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ പോഡ്കാസ്റ്റിന് നമ്മൾ എത്തിക്കുന്നത്. ഇന്ന് ആ നിലക്ക് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്ന പോഡ്കാസ്റ്റിൽ നമ്മളോടൊപ്പം അഭിപ്രായങ്ങൾ പറഞ്ഞ് ചേരുന്നത് പൊളിറ്റിക്കലി അസീൽ എന്ന പേരിൽ അഭിപ്രായങ്ങൾ പറഞ്ഞ് വളരെ കൃത്യമായ സ്റ്റാൻഡുകൾ എടുത്തിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ്. വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പ്രോഗ്രാം, അതിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ അസീലിനെ സ്വാഗതം ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ഏപ്രിൽ മെയ് ആ അവധിക്കാലമാണ് കൂടുതൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചു. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെക്കാൾ അപ്പുറത്ത് നമ്മൾ പറയല്ലോ ഒരു കസ്റ്റമർ യൂസർ എന്നൊരു വ്യത്യാസമുണ്ട്. ഉപയോഗിക്കുന്നത് കുട്ടികളാണെങ്കിലും അതിനൊരു ഏജൻറ്റ് എന്ന് പറയുന്നത് രക്ഷിതാക്കളായിരിക്കും. ഇപ്പോൾ 2 ഭാഗത്തുള്ളൊരു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പം അതിൻ്റെ പല ആംഗിളിലേക്ക് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഈ ഒരു ക്യാപ്ഷനെ കുറിച്ചിട്ട് അതിന് മെറിറ്റിലേക്കല്ല, അതിനൊരു ക്യാപ്ഷനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്താണ് അസീലിന് തോന്നിയത്? നിരന്തരമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ സ്പേസിൽ നിരന്തരമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണത് ഈ സോഷ്യൽ മീഡിയയുടെ സീരിയസ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബാലരമയും ഇപ്പം എനിക്ക് 22 വയസ്സായി. അപ്പം നമ്മളൊക്കെ ബാലരമയും ബാലഭൂമിയും വായിച്ചിരുന്ന സ്ഥലത്താണ് ഇത്രയും എക്സ്പോഷറിലേക്ക്, ഇത്രയും കണ്ടൻറ്റുകളിലേക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യങ്ങർ ജനറേഷൻ അനിയന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ ഉപയോഗിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയയുടെ സീരിയസ്നെസ് എന്താണ്, അത് എവിടെയാണ് ഇപ്പോൾ കിടക്കുന്നത്, അതിന് നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള സ്വാധീനം എന്താണ്, നമ്മുടെ പുതിയ തലമുറയെ ഷെയ്പ്പ് ചെയ്യുന്നിടത്ത് അതിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം കണ്ടിന്യൂസ്ലി പറയാൻ ശ്രമിച്ചുകൊണ്ട് നിന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ദൗർഭാഗ്യവശാൽ പാരൻറ്റിങ് ആ വാക്ക് തന്നെ നമുക്ക് അത്ര ഫെമിലിയർ അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പാരൻറ്റിങ്ങിലാണ് എന്നുണ്ടെങ്കിലും ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കരിക്കുലങ്ങളിലാണെങ്കിലും സോഷ്യൽ മീഡിയ എന്നുള്ള വാക്ക് പോലും ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നില്ല. കാരണം ടെക്സ്റ്റ് ബുക്കുകൾ പോലും വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോൾ ചാനൽ ചർച്ചയിൽ വരെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, ടെക്സ്റ്റ് ബുക്കുകൾ വളരെ പഴയതാണ്. അപ്പം കുറേ കൂടെ സംഭവങ്ങൾ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ജിയോ സിം വരുന്നു, ഇൻ്റർനെറ്റ് കുറേ കൂടെ എല്ലാവർക്കും ആക്സസിബിൾ ആകുന്നു. അതിനുശേഷം കുട്ടികളുടെ കയ്യിലേക്ക് ടാബുകൾ വരുന്നു, ടാബുകൾ മാറി മൊബൈൽ ഫോണുകളാകുന്നു, ഫുൾ ടൈം ഇൻ്റർനെറ്റുള്ള കണക്ഷനുള്ള രീതിയിലേക്ക് ഒരു 3-4 കൊല്ലം കൊണ്ട് നമ്മൾ മാറുമ്പോൾ ആ സോഷ്യൽ മീഡിയയിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ ആ സോഷ്യൽ മീഡിയയെ പറ്റിയിട്ട് അപ്പം നമ്മൾ സ്ക്രീൻ ടൈമിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ലെറ്റ്സ് ഒരു 5 മണിക്കൂർ 4 മണിക്കൂർ വളരെ ചെറിയ സ്ക്രീൻ ടൈമാണ് ഇപ്പോഴത്തെ കമ്പാരിറ്റീവ്ലി. അതെങ്കിലും കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ദിവസത്തെ വലിയൊരു ശതമാനമാണല്ലോ. അപ്പം ഒരു ദിവസത്തിൻ്റെ അത്ര ശതമാനം കുട്ടികളുടേത് എടുക്കുന്ന സോഷ്യൽ മീഡിയയെ പറ്റി ടെക്സ്റ്റ് ബുക്കുകൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ സമൂഹം സംസാരിക്കുന്നില്ല എന്നുള്ള എത്രത്തോളം വിരോധാഭാസമാണ്. അപ്പം ആ സീരിയസ്നെസ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് സമൂഹത്തോട് പറയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരു ജനറേഷൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഈ തലക്കെട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. കുട്ടികളിയല്ല, ഒരിക്കലും കുട്ടികളിയല്ല. കാരണം നമ്മുടെ നാട്ടിലെ ഡേ ടു ഡേ ഇൻസിഡൻസിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറുകളിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫാക്ടർ ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ്. ആ സോഷ്യൽ മീഡിയയുടെ സീരിയസ്നെസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തന്നെ വേണം. അതിന് ഈ തലക്കെട്ടിന് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായും. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാപ്ഷനിലേക്ക് ക്യാമ്പയിനിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം നമ്മളെക്കാൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അങ്ങനത്തെ കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് ഡെവലപ്ഡ് ആയ കൺട്രീസ് ബാൻഡ് ആയതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ പുഷ് ചെയ്യുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ അത് ഭയങ്കര ചർച്ചയിലേക്ക് വന്നിരുന്നു നമ്മുടെ ഒരു. അപ്പോൾ കുട്ടികൾക്ക് അത് ബാൻ ചെയ്തപ്പോൾ ഉണ്ടായ കോൺസിക്വൻസ് എന്താണ് എന്നത് മീഡിയകളിൽ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരുടെ അടുത്തൊന്നും ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരിക്കില്ല
ഈവൻ പാരൻസിൻ്റെ അടുത്ത് കുട്ടിയുടെ അടുത്തും ഒക്കെ കിട്ടുന്നുണ്ടാകാം. അതിനെ പോലും പിന്നെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് അവർ വളരെ മനോഹരമായി പിന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്ന് മീഡിയകളിൽ വായിച്ചു വരുന്നത്. അത് വളരെ രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പം അതിനൊക്കെ ശേഷമാണ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ തമിഴ്നാട്, കർണാടക, തെലങ്കാന പോലെയുള്ള സ്റ്റേറ്റ്സും അത് പുഷ് ചെയ്തിട്ടുണ്ട് എന്ന് വാർത്തകൾ നമ്മൾ കണ്ടു. അതിന് ശേഷമാണ് ഇവിടെ അത്തരമൊരു പിന്നെ ഒരു എന്താ പറയുക ഒരു ഡിസ്കഷൻ ഓപ്പൺ ചെയ്യട്ടെ എന്ന അർത്ഥത്തിൽ വിസ്ഡം സ്റ്റുഡൻസ് ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് വരുന്നത്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ അവരെ ശരിക്കും മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ലോകത്ത് ജീവിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നത് വെറുതെ നമ്മൾ പറയാ എന്നല്ലാതെ ഒരിക്കലും സാധ്യമല്ല. കാരണം ഇപ്പോൾ നമ്മളടക്കം ഞാനൊരു ജെൻസിയാണ്, ഒരു ലേറ്റ് ജെൻസിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന എല്ലാ തലമുറയും അവർ ജനിച്ച് വീഴുന്നത് തന്നെ മൊബൈൽ ഫോണിനുള്ള ഇപ്പോൾ എൻ്റെ മോൻ എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാ കാര്യവും അവർക്ക് പഠിക്കാനുള്ള പാട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നത് മൊബൈൽ ഫോണിൽ നിന്നാണ്, അവരെ പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നതിൽ നിന്നാണ്, പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ നിന്നാണ്. അപ്പോൾ ഫോൺ മാറ്റി വെച്ചിട്ട് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് ഐഡിയൽ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അതാണ് അപ്പോൾ അതൊരു സാധ്യമാണോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ഫോണില്ലാത്തൊരു ലോകത്ത് കുട്ടികളെ വളർത്തിയാൽ അത് ആ വളർത്തൽ തന്നെ ആകെ പ്രശ്നമായിരിക്കും എന്നാൽ. അപ്പോൾ നമ്മൾ വളരെ ഷാർപ്പായി പറയാൻ ഉദ്ദേശിച്ച സംഗതി, ഫോണെല്ലാം മാറ്റി വെക്കാൻ ആവശ്യപ്പെടുന്നത് പക്ഷേ സോഷ്യൽ മീഡിയ എത്രമാത്രം ഹാംഫുൾ ആണ് എന്നതാണ്. ഇവിടെ വില്ലൻ ഫോണല്ല. ഫോൺ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. നമ്മളെപ്പോഴും പറയാറുള്ളത് ഒരു ഉപകരണമാണ്, അതിന് നമുക്ക് കത്തികൊണ്ട് ആപ്പിൾ മുറിക്കാം, ആളെ കൊല്ലാമെന്ന് പറഞ്ഞ അതേ ലോജിക്ക് എടുത്താൽ ഫോൺ ഒരു ഉപകരണമാണ്, അതിനെ ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ആസിൽ പറഞ്ഞ പോയിന്റിന് വളരെ പ്രാധാന്യമുള്ളത്. ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എവിടെ നിന്നും കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവരൊട്ടും എഫേർട്ട് എടുക്കാതെ തന്നെ ഇതിൽ ഏറ്റവും വൾഗറായി യൂസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ശരിക്കും ഒരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണല്ലോ. നമ്മളിപ്പോൾ ശരിക്കും അതൊരു ഐഡിയൽ വർത്താനാണോ നമ്മൾ പറയാം കുട്ടികളോട് ഫോണ് വേണ്ട, ഫോണിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, ഫോൺ ഉപയോഗിക്കേണ്ട എന്നല്ല, സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്നാണ് പറയുന്നത്. അപ്പം കുട്ടികളെ സംബന്ധിച്ച് അവരാകെ ഫോണിൽ ഉപയോഗിക്കുന്നത്, അവർ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ മറ്റു ബ്രൗസിങ്ങുകളില്ല, അവരാകെ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പോസിബിൾ ആണോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് അതിനോട് നമുക്ക് അഡ്രസ് ചെയ്യാം? ഇതിൽ സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിൽ ഡിഫൈൻ ചെയ്യപ്പെടുന്നത് തന്നെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ആളുകളുടെ അഭിപ്രായം പങ്കുവെക്കാനുള്ള സ്ഥലങ്ങളാണല്ലോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ തന്നെയാണ്. അതായത് നമ്മൾ എത്രത്തോളം ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എത്രത്തോളം സെൻസർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇഷ്യൂ ലോകത്താർക്കും അവിടെ അഭിപ്രായം പറയാന്നുള്ളതാണ്. മലയാളിക്ക് എന്നുള്ളതില്ല, കോഴിക്കോട്ടുള്ളവൻ എന്നുള്ളതില്ല, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവൻ എന്നുള്ളതില്ല, എവിടെയുള്ള ആർക്കും എന്ത് അഭിപ്രായം വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ പറയാം. ഇപ്പം ഇൻസ്റ്റഗ്രാമിന് അതിന് എന്തെങ്കിലും ഒരു മോണിറ്ററിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുമ്പോൾ അത് തീരെ ഇല്ലാതാവുകയാണ്. അപ്പം അതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളിലേക്കും നമ്മൾ ഈ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എല്ലാം ആക്സസിബിൾ ആണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുമ്പം ഈ കുട്ടികളെ ഇതെങ്ങനെ ഉപയോഗിക്കണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇത് പഠിപ്പിക്കപ്പെടാത്ത കുട്ടികൾക്ക് ഈ പറയുന്ന മുഴുവൻ സോഷ്യൽ മീഡിയയുടെ സ്പേസിലേക്കും എക്സ്പോഷർ കിട്ടുന്ന സമയത്ത് അവരിത് മുഴുവൻ ഫീഡ് ചെയ്യപ്പെടുകയാണ്. അത് ഫീഡ് ചെയ്യപ്പെടുമ്പോൾ ആ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്യണം. ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിനും ഈ പറഞ്ഞതുപോലെ എത്രത്തോളം പ്രാക്ടിക്കാലിറ്റി ഉണ്ട് എന്നുള്ളൊരു വലിയ പ്രശ്നമാണ്. കാരണം സൗഹൃദങ്ങളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്, കുടുംബക്കാരോട് നമ്മൾ സംസാരിക്കാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പല ആളുകളും പല രാജ്യത്താണ്. ഒരു വീട്ടിൽ 5 ആൾക്കാരുണ്ടെങ്കിൽ 3 ആൾക്കാർ വേറെ വേറെ രാജ്യത്തായിരിക്കും. അപ്പോൾ കണക്ട് ചെയ്യാനും ബാക്കിയുള്ളതിനും എല്ലാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ നാട്ടിലില്ലാത്ത സിറ്റുവേഷനിൽ എന്തായാലും അത്തരം സാധനങ്ങളൊക്കെ അടുക്കരുത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ കുട്ടികൾ മാത്രം, ഇപ്പം നമ്മൾ പോയി ഉമ്മ ഉണ്ടാവില്ല, അല്ല കുട്ടികൾ മാത്രം കോൺടാക്ട് ചെയ്യുന്ന സമയമുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യം, എൻ്റെ ബ്രദർ ഇപ്പം യു എയിലാണുള്ളത്. അവൻ്റെ മക്കൾ ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് നാട്ടിൽ വന്നാണ്. ഓരെല്ലാവരും കുട്ടികളെല്ലാവരും ഓനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ നല്ല രീതിക്ക് യൂസ് ചെയ്യാം. ഇവിടെയും നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത് ഇതിനെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന്, അത് പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെ അവിടെ ഒരു മോണിറ്ററിങ് ആവശ്യമാണ്, ഓഡിറ്റിംഗ് ആവശ്യമാണ്. ഈ പറയുന്ന രാജ്യങ്ങൾ മുഴുവൻ, അല്ലെങ്കിൽ ഇതിലെ പല രാജ്യങ്ങളും ചെയ്യുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് കൊണ്ടുവരിക എന്നുള്ളതാണ്. 16 വയസ്സിന് താഴെയുള്ള 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കൃത്യമായിട്ടുള്ള ഓഡിറ്റിംഗ് അവർ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നിടത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ സീരിയസ് നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് പറയാം. കാരണം ഇതിൻ്റെ പ്രശ്നം പലപ്പോഴും ഇതിലെ ഏറ്റവും വലിയ കൺസേൺ, ഞാനിപ്പോൾ എല്ലാ പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഒരു പ്രായത്തിൽ മുതിർന്ന ആൾക്കാർ പറയുന്നത് ഇത് എന്തിനാണ് നിരന്തരമായിട്ട് ഈ വിഷയം സംസാരിക്കുന്നത് ചോദിക്കുമ്പം ഇതിൽ നടക്കുന്ന അപകടങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ 14ഉം 15ഉം വയസ്സുള്ള കുട്ടികൾ ഇതുപോലെയുള്ള ഇത് സോഷ്യൽ മീഡിയയുടെ ഏത് ലിമിറ്റ്സ് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് മാത്രം ചെന്നെത്തുന്ന അപകടങ്ങളും പ്രശ്നങ്ങളും അറിയാത്തതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ആൾക്കാർ സംസാരിക്കാത്തത് എന്ന് നിങ്ങളത് അറിയുന്നോ, അത് നിങ്ങൾ ഷോക്കായി പോകും.
കാരണം നമ്മൾ ഷോക്കായി പോകും. ഇപ്പം ഈ ജനറേഷനിലുള്ള ആൾക്കാരെന്നൊക്കെ പറയപ്പെടുന്ന പുതിയ ജനറേഷൻ എന്നൊക്കെ പറയപ്പെടുന്ന നമ്മൾ തന്നെ പല വാർത്ത കേൾക്കുമ്പോൾ ഷോക്കായി പോകാറുണ്ട്. അപ്പം അതാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ നമുക്ക് നോക്കാം. ഇവിടെ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ സംരക്ഷണം ആർക്കാണ്? മാതാപിതാക്കൾക്കാണ്. അപ്പം പല ആളുകളും പറയുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടാവില്ലേ, കുട്ടികൾ അത് ചെയ്തോട്ടെ എന്നുള്ളതാണ്. ഇൻഡിവിജ്വൽ ഫ്രീഡം അല്ല 18 വയസ്സിന് താഴെയുള്ളത്. അവർ മൈനറാണ്. അവരെ പല കാര്യത്തിലും കൺട്രോൾ ഉള്ളത് മാതാപിതാക്കൾക്കും ഗാർഡിയനുമാണ്. അപ്പോൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അതില്ല? സോഷ്യൽ മീഡിയ ഒരു യൂണിവേഴ്സ് ആണ് എന്നുള്ളതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ വേറെ തന്നെ ഒരു യൂണിവേഴ്സ് ആണ്. ആ യൂണിവേഴ്സിൽ എങ്ങനെയാണ് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇൻഡിപെൻഡന്റ് സിറ്റിസൺ ആക്കി നമുക്ക് വിടാൻ പറ്റുക? അത് അവരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ ആണ് എന്നുള്ളത് നമ്മുടെ നാട് എന്ന് മാത്രമല്ല, ഇപ്പോൾ പുരോഗമിക്കപ്പെട്ട സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ വരെ തെളിയിക്കപ്പെട്ടതാണ്. UK ഏറ്റവും വലിയ ഉദാഹരണമാണ്. UK മൈനേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ട്. ഓരോ ദിവസവും നമ്മൾ അവിടുത്തെ വാർത്തകൾ അറിയുന്നില്ലേ? അപ്പം നമുക്ക് വേണ്ടുന്നത് കൃത്യമായ ഓഡിറ്റിംഗ്, കൃത്യമായ മോണിറ്ററിങ്, അതിൻ്റെ കൂടെ തന്നെ ഈ കുട്ടികൾക്ക് ഇതെന്താണ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഇടപഴകുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ കൃത്യമായിട്ടുള്ളൊരു പഠനം അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അനിവാര്യമാണ്. അതിന് ഈ അടുത്ത കാലം വരെ അത് നമുക്ക് ഇതുപോലൊരു സ്പേസിൽ പോലും നമുക്ക് പറയാൻ പേടിയായിരുന്നു. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അത് പറയുമ്പോഴേക്കും നമ്മൾ നിങ്ങൾ എന്താ പറയുക ബസ് കിട്ടാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലേക്ക് ചാപ്പ കുത്തപ്പെടുകയാണ്. ഇപ്പോൾ പക്ഷേ നമ്മുടെ മുമ്പിൽ സൈറ്റ് ചെയ്യാൻ ഇൻസിഡൻറ്റുകളുണ്ട്. ഇന്ന കാര്യങ്ങൾ ലോകത്ത് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പം കുട്ടികളെ അത് പഠിപ്പിച്ചു കൊടുക്കുക, ഓഡിറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഇതാണ് സോഷ്യൽ മീഡിയയെ പറ്റിയുള്ള ചോദ്യത്തിലെ ഒന്നാമത്തെ ഉത്തരത്തിൽ പറയാനുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ റെസ്ട്രിക്ഷൻസിലേക്ക് വരുമ്പം ഇപ്പോൾ ഏജ് റെസ്ട്രിക്ഷനിലുള്ളൊരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് റെഫർ ചെയ്യുമ്പോൾ കണ്ട വളരെ ഭയങ്കര ഷോക്കിംഗ് ആയൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ Gmail അക്കൗണ്ട് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാക്കാൻ വയസ്സ് റെസ്ട്രിക്ഷൻ ഇപ്പം ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഒരു റാൻഡം ഇങ്ങോട്ട് അത് ഡ്രാഗ് ചെയ്യും, എന്നിട്ട് ഒരു ഇയർ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന ഒരു ഇയർ, ഇപ്പം ഞാൻ ഉദാഹരണത്തിന് 1995 ആണ് മുതൽ അതിൻ്റെ മുകളിലേക്കുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനൊരു 96 കൊടുത്തിട്ട് അല്ലെങ്കിൽ 94 കൊടുത്തിട്ട് ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കാം. പക്ഷേ അപ്പം ആ പ്ലാറ്റ്ഫോം ആസ് എ യൂസർ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കൊടുത്ത ഏജ് അല്ല സത്യത്തിൽ നിന്ന്, മറിച്ച് അവർക്ക് ഒരു 9 സെക്കൻഡുള്ള നമ്മുടെ പെരുമാറ്റം കൊണ്ട് ആ പ്ലാറ്റ്ഫോം നമ്മളെ ഏജ് കാറ്റഗറി എന്താണെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമല്ല. കാരണം ഞാൻ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് 30 വയസ്സിനോട് അടുക്കുന്നുണ്ട്. എൻ്റെ മോന് 4 വയസ്സുണ്ട്. നമ്മൾ രണ്ടാൾ അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ഒരേ സാധനം അല്ലല്ലോ നോക്കുക. നമ്മുടെ കാഴ്ചക്ക് നല്ല വ്യത്യാസമുണ്ട്. അതേസമയം എൻ്റെ ഉപ്പ ഏകദേശം 70 വയസ്സിനോടായി, 30 വയസ്സ് ഇനിയിപ്പോൾ ഞാനും ഉപ്പ ഒന്നിച്ചു പോകുന്നൊരു യാത്രയിൽ നമ്മൾ പലതും കാണുന്നിടത്ത് ഞാൻ നോക്കുന്നതൊന്നും ഉപ്പ നോക്കുന്ന വേറെ കാര്യമായിരിക്കും. അപ്പം ഇതേ സംഗതി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഉണ്ട്. ഒരു യൂസർ അവരെന്തൊക്കെ കാണുന്നു എന്നത് മനസ്സിലാക്കി ഈ പ്ലാറ്റ്ഫോം ഐഡൻറ്റിഫൈ ചെയ്യും, ഈ യൂസറിൻ്റെ ഏജ് ഇത്രയായിരുന്നു ഐഡൻറ്റിഫൈ ചെയ്യും. എന്നാൽ സാമൂഹിക പ്രതിബദ്ധത ഒട്ടും ഈ പ്ലാറ്റ്ഫോമുകൾക്കില്ല എന്നുള്ളതുകൊണ്ട് ശരി 35 വയസ്സ് കാണിച്ച് ഉപയോഗിക്കുന്ന ഈ യൂസറുടെ വയസ്സ് വെറും 9, 10, 11. അതുകൊണ്ട് ഇന്ന കണ്ടന്റുകൾ ഈ കുട്ടിക്ക് കിട്ടരുത് എന്ന ഒരു മോറൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതിബദ്ധതയോ ഒന്നും ആ പ്ലാറ്റ്ഫോമിലില്ല. അപ്പോൾ സത്യത്തിൽ ഈ കുട്ടി അവൻ്റെ ഒരു വളർച്ച പൂർണ്ണമായി എത്താത്ത ഒരു മനോഭാവത്തിൽ നിന്ന് അവൻ ചിന്തിക്കുന്നതിനനുസരിച്ച് അവൻ്റെ ഒരു വൈകൃതത്തിലേക്ക് അവനെ തള്ളിവിടാൻ പറ്റുന്ന വിധത്തിലുള്ള കാഴ്ച കാണാൻ അവർ ആഗ്രഹിക്കും സ്വാഭാവികമായിട്ടും. അതിനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇവൻ്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എത്ര ഇത് തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ഡാമേജ് എത്രമാത്രമായിരിക്കും എന്നുള്ളത് നമ്മളത് സങ്കല്പിക്കണില്ല എന്നുള്ളത് ഒരു ഹ്യൂജ് പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ UK ബാൻ ചെയ്തു, ഓസ്ട്രേലിയ ബാൻ ചെയ്തു, ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ബാൻ ചെയ്ത വാർത്തകൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും എന്തിനാ കാത്തു നിൽക്കണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോഴും ഒരു വളരെ സീരിയസ് ആയ ചർച്ചയിലേക്ക് നമ്മുടെ നാട്ടിൽ ഒരു ഭരണകൂടം നിയമനിർമ്മാണം ഒന്നും എത്തിയിട്ടില്ല. വളരെ സാഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം AI ഇത്ര ബൂമിംഗ് ആയി നിൽക്കുന്ന ഈ ഒരു സമയത്തും നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടാക്കപ്പെട്ടുള്ള AI സംബന്ധമായി ഉണ്ടാക്കപ്പെട്ടുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒറ്റ ഒന്നാണ് കണ്ടത്. ഇത്രയായിട്ട് ഒരു നിയമനിർമ്മാണത്തിലേക്ക് മാത്രമേ അതുമായി ബന്ധപ്പെട്ട റെഗുലേഷനിലേക്ക് കടന്നിട്ടുള്ളൂ. നമ്മൾ എന്തിനാണ് കാത്തു നിൽക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ എപ്പോഴായിരിക്കും നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ.
ഈ നമ്മൾ കണ്ണ് തുറക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കണ്ണ് തുറക്കുന്നില്ല ഇൻ ദ സെൻസ് നമ്മൾ വലിയ വലിയ ന്യൂസുകളിലേക്കും രാജ്യവ്യാപകമായിട്ടുള്ളതിലേക്കും ഒന്നും പോകണ്ട. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇൻസിഡൻറ്റുകൾ മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ആ വാർത്തകൾ മാത്രം ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും തോന്നും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിയമമില്ലാതെ. ഉദാഹരണം പറയാൻ, നമ്മുടെ നാട്ടിൽ 14 15 വയസ്സുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ, ഇവർക്ക് ഓൺലൈൻ സൗഹൃദങ്ങളും ഓൺലൈൻ പ്രണയങ്ങളും ഉണ്ട്. ഈ പ്രണയങ്ങൾ ആരുമായിട്ടാണ്? പലപ്പോഴും ഇപ്പം വാർത്തകൾ വരാറുണ്ടല്ലോ, ആരുമായിട്ടാണ്? 30 വയസ്സുള്ള യുവാവ്, 35 വയസ്സുള്ള യുവാവ്, 25 വയസ്സുള്ള യുവാവ്. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വേൾഡിലേക്ക് ഒരു അത്രയും എക്സ്പോസ്ഡ് ആണ്. അപ്പുറത്തേക്ക് ആരാന്ന് അറിയാനുള്ള പ്രായമോ പക്വതയോ ഈ കുട്ടികൾക്ക് ആയിട്ടില്ല. അവിടെ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? ഈ കുട്ടികളെ കൺട്രോൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ മോണിറ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒന്നെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിനാണുള്ളത്. ആ പ്ലാറ്റ്ഫോമുകൾക്ക് അത് ഉണ്ടാകാൻ പോകുന്നില്ല. അത് ഏതൊരാൾക്കും അറിയുന്നതാണ്. കോർപ്പറേറ്റുകളാണ്, അവരുടെ ലാഭമാണ്, അവരെ മാർക്കറ്റാണ്. അവർ ഏത് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർ യൂസ് ചെയ്യും. അത് മനസ്സിലാക്കാനും ഇവിടുത്തെ ജനറേഷന് കഴിയേണ്ടതായിട്ടുണ്ടല്ലോ. ഇവിടുത്തെ പോളിസി ഉണ്ടാക്കുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്തം എന്താണ്? അവരുടെ വരുന്ന ജനറേഷനെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവിടുത്തെ യുവാക്കളാണെന്ന് എല്ലാവരും പറയും. ആ യുവാക്കൾ ഇനി വരാനിരിക്കുന്ന ജനറേഷനെ വൃത്തിക്ക് ഷെയ്പ്പ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു പോളിസി മേക്കേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണത്. ആ പോളിസി മേക്കേഴ്സ് ഇപ്പോഴും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സെക്ടറിലേക്ക് മാത്രമല്ല, പറഞ്ഞ പോലെ എ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണ്? ഡീപ്പ് ഫേക്കുകളുടെ കാലമാണ്. നിരന്തരമായിട്ട് ഡീപ്പ് ഫേക്കുകളുടെ വാർത്തകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. പോലീസ് കേസുകൾ ഫയൽ ചെയ്യപ്പെടുന്നു. ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഈ അടുത്ത് പരപ്പനങ്ങാടിയുടെ അടുത്ത് ഒരു വിഷയം ഉണ്ടായല്ലോ, കുറെ പെൺകുട്ടികളുടെ പിന്നെ ചിത്രങ്ങൾ AI പ്രകാരം ഉണ്ടാക്കി. അപ്പൊ പോലീസിന്റെ അടുക്കൽ ഫയല് പിന്നെ പ്രശ്നമെത്തി. പക്ഷെ പോലീസിന് ഏത് വകുപ്പ് ചാർത്തി ഇതിൽ കേസെടുക്കണം എന്നുള്ളൊരു ധാരണയില്ല. കാരണം നിയമമല്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് കേസുകൾ പലതും പോകുമ്പോൾ. അപ്പം ഒന്നും വേണ്ട, അപ്പോൾ വാട്സപ്പിൽ സന്ദേശം അയക്കുന്ന വിഷയം, വാട്സപ്പിൽ വൾഗറായിട്ട് മെസ്സേജ് അയക്കുന്ന വിഷയം, അതിൽ പോലും പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ വാഴക്കാട് പോലീസ് സ്റ്റേഷൻ, ഞാനൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട ആ സ്റ്റേഷനിൽ ഞാൻ പോയതാണ്. അവിടെ പോകുമ്പോൾ പോലും പറയുന്നത്, ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ വലിയ അത്ഭുതമാണ്. എന്താണ്, പരാതി നിങ്ങൾ വേണമെങ്കിൽ എഴുതി തന്നോളൂ എന്നുള്ളത് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ്. പിന്നെ ആ വിഷയത്തിലൊന്നും ഒരു അപ്ഡേറ്റും ആ കുട്ടിക്ക് കിട്ടിയില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇതാണ് IT കേസുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ. ഇപ്പം പോലീസിൻ്റെ തുണ ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ ഞാൻ തന്നെ 2 3 പരാതികൾ പല ഫേക്ക് ന്യൂസുകളുമായിട്ട് ബന്ധപ്പെടുത്താക്കിയിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല. അവർ പറയും, ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് IT സെല്ലിൽ സൈബർ സെല്ലിൽ പരാതി കൊടുത്ത സമയത്ത് അത് പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്, നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് പോലീസ് ഒന്നും കഴിയുകയാണ്. അവർ ഡയറക്റ്റ്ലി വിളിച്ച് പറയുന്നതാണ്. അത്രയും കൺട്രോൾ ഇല്ലാത്ത രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ആ വിഷയത്തിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഫയൽ ചെയ്ത പരാതി കേസ് ഞാൻ ആലോചിച്ചാണ്. അപ്പം ഏതെങ്കിലും ഒരു പുറത്തുള്ള രാജ്യത്ത് വരുന്നതുകൊണ്ട് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയും ഇവിടെ വ്യാജ വാർത്ത സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ പോലീസിൻ്റെ തന്നെ എക്സ്പ്ലനേഷൻ പ്രകാരം അതിനകത്ത് പോലീസിന് ഒന്നും ചെയ്യാനില്ല എന്നാണ് പറയുന്നത്. ആളാരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഇത്രത്തോളം അപകടകരമാണത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതൊരു യൂണിവേഴ്സ് ആണെന്നുള്ളൊരു അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രശ്നം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജിയോ വന്നു എന്ന് പറഞ്ഞല്ലോ, അതൊരു കൃത്യമായിട്ടുള്ള ടൈം ലൈനാണ്. ഇവിടെ 2017-18 ശേഷം കോവിഡിന് ശേഷം വരെയുള്ള സമയം നമുക്ക് എടുക്കാം. ഒരു 5-6 കൊല്ലം. ആ 5-6 കൊല്ലം കൊണ്ട് ഇവിടെ വിപ്ലവകരമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിജിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞു. എല്ലാവരുടെ കയ്യിലും ഫോണുകളാണ്, എല്ലാവരും ആക്സസിബിൾ ആണ്, നെറ്റിലേക്ക് എല്ലാവരും ആക്സസിബിൾ ആയി കഴിഞ്ഞു. അപ്പം അതിനൊന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിനെ കൂടെ അഡ്രസ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. ഈ 2 സൈഡൊന്നും അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ തിരക്കിലാണ്, നമ്മളും ഈ ലൂപ്പിൽ വിട്ടുപോയി. ഈ വിദ്യാർത്ഥികളോടൊപ്പം കുട്ടികളോടൊപ്പം മുതിർന്ന ആളുകളും ഈ ലൂപ്പിനകത്ത് വിട്ടുപോയി. ആ ലൂപ്പിനകത്തുള്ള ഓട്ടത്തിലാണ് നമ്മൾ. അപ്പം നമുക്ക് ഇനി സംസാരിക്കുമ്പോൾ നമുക്ക് വരാനുള്ളതാണ് ഇവിടുത്തെ ഫാഷൻ ട്രെൻഡുകൾ, ഇവിടുത്തെ സംസാരിക്കുന്ന ഭാഷ, ഇവിടെ ആൾക്കാരുമായി പെരുമാറുന്ന രീതി, പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുന്ന രീതി. അത് മുതിർന്നവരുടെ കാര്യത്തിലായി കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിൽ ഡിപ്പെൻഡഡ് ആയി മാറിക്കഴിഞ്ഞു. ഇതൊന്ന് ഏത് പോയിന്റിലാണോ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ചിന്തിക്കാൻ തുടങ്ങുന്നത്, അപ്പോഴേ ഇതുണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് നമ്മൾ തിരിച്ചറിയുള്ളൂ. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി മലബാറിൽ തന്നെ എടുത്തു പറയാൻ പറ്റും. ഇവിടുത്തെ ഫാഷൻ ട്രെൻഡുകൾ നോക്കിക്കോളി, അല്ലെങ്കിൽ ഇവിടുത്തെ റീൽ ട്രെൻഡുകൾ നോക്കിക്കോളി. ആരെയൊക്കെയോ ബോധിപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളിൽ വലിയൊരു ശതമാനം ആൾക്കാരും. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അത് ഭയങ്കര ലേറ്റായി പോകുമെന്നുള്ളതാണ് സംശയം. ഇപ്പോൾ ഈ ഓൺലൈൻ പ്രണയങ്ങളെക്കുറിച്ച് നമ്മൾ പരാമർശിച്ചല്ലോ. കേരളത്തിൽ പിന്നെ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയ ഒരു കുട്ടി തിരുവനന്തപുരം കൊല്ല ഭാഗത്താണ് ആത്മഹത്യ ചെയ്തത്. ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ നോർത്തിൽ, കേരളത്തിലല്ല, നോർത്തിൽ ഒരു പിന്നെ കഴിഞ്ഞ അധ്യയന വർഷ അവസാനത്തിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്. ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം അവൾ ഒരു കൊറിയൻ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, ഓൺലൈൻ പ്രണയത്തിലാണ്. പക്ഷെ കുറേ മുന്നോട്ട് പോയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലാവുന്നത് ഒരിക്കലും പിന്നെ
അക്കൗണ്ട് എന്തല്ല, പിന്നെ ഒറിജിനൽ അല്ല. രണ്ടാമത്തേത് ഇനി ഒരിക്കലും കൊറിയയിലേക്ക് എത്തി അവൾ പ്രണയിക്കുന്ന ഒരാളുടെ കൂടെയുള്ള ജീവിതം സാധ്യമല്ല, അതുകൊണ്ട് ഇനി ഈ ലോകത്ത് എനിക്ക് ജീവിക്കേണ്ടതില്ല എന്നൊരു കുറിപ്പ് എഴുതി വെച്ച് ഫ്ലാറ്റിന് മുകളിൽ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അപ്പം സത്യത്തിൽ നേരത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഒരു ഷോക്കിംഗ് ആത്മഹത്യയുടെ ഇപ്പൊ സിദ്ധാർത്ഥ് കേസൊക്കെ വന്നതുപോലെ കേരളം ഒട്ടുക ചർച്ച ചെയ്യുന്ന ഒരു വാർത്തക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ പിന്നെ അസിൽ പറഞ്ഞത് വളരെ കറക്റ്റ് പോയിന്റാണ്. അങ്ങനെ വേണം. അപ്പോൾ ആത്മഹത്യകൾ സംഭവിക്കുന്നുണ്ട്. പല ആത്മഹത്യകളും ഈ കാരണം കൊണ്ടാണ് എന്ന് രക്ഷിതാക്കൾ പറയാത്തത് കൊണ്ടോ അവർ ദുരഭിമാനം കൊണ്ട് പിന്നെ പുറത്തു പറയാത്തത് കൊണ്ടോ ഒക്കെ ഇതങ്ങനെ മൂടിപ്പെട്ട് പല ജീവനുകൾ നമുക്ക് പോകുന്നുണ്ട്. ഈ ഇവിടെ ഉള്ളവർ തന്നെ അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ ഇങ്ങനെ പിന്നെ ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. ഇതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇനി പറഞ്ഞതുപോലെ ഒരു ഷോക്കിംഗ് ആയി നമ്മളെല്ലാവരും കൂടെ പിന്നെ വിലപിക്കുന്ന ഒരു ഇൻസിഡൻറ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ തോന്നുക ആണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചുറ്റുമുള്ള വാർത്ത, നമ്മുടെ ചുറ്റും നടക്കുന്ന എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിയലൈസ് ചെയ്യുന്ന പോയിന്റിൽ ഇവിടെ സമൂഹം ആവശ്യപ്പെടും, ഇവിടെ പ്രശ്നങ്ങൾ വേണമെന്ന്. അടുത്ത ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോഴുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇൻബോക്സിലേക്ക് ആളുകൾ അഭിപ്രായമായിട്ട് തന്നെ പറയും. സ്നാപ്ചാറ്റ് എന്ന് പറയുന്ന ആപ്പ് ഉണ്ട്. സ്നാപ്ചാറ്റ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഇത് കാണുന്നവർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ യൂസ് ചെയ്തോളി, ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം അത് ഭയങ്കര നല്ല കാര്യമായിട്ട് പറയാം, എനിക്ക് ഒന്നാമത് യൂസ് ചെയ്യാൻ അറിയില്ല. സുഹൃത്തുക്കൾ യൂസ് ചെയ്യും, അവർ ഡൗൺലോഡ് ചെയ്യും, അവർ സ്നാപ്പ് യൂസ് ചെയ്യും, അതവിടെ പോകും. പക്ഷേ ഈ ഒരൊറ്റ സ്നാപ്ചാറ്റ് എന്ന ആപ്പ് കാരണം മാത്രം അതിൽ നിന്ന് ലീക്ക് ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടിലെ, നമ്മുടെ നാട് പറയുന്ന കേരളം അല്ല കേട്ടോ, കോഴിക്കോട്ടെയും മലപ്പുറത്തെയും കഥയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ മലബാർ ഏരിയയിൽ മാത്രമുള്ള ഇത്ര പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ ട്രോമറ്റൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടുത്തെ സമൂഹത്തിന് മുഖ്യധാരക്ക് ഒരു ധാരണയില്ല. ടെലഗ്രാമിലൂടെ നമ്മുടെ നാട്ടിൽ എത്ര കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ വൈറലാവുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ഇവിടുത്തെ മുഖ്യധാര കച്ചവടമാണ് നടക്കുന്നത്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോക്കകത്തുള്ള കണക്ക് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ലക്ഷങ്ങളുടെ കച്ചവടമാണ് ഓരോ ദിവസവും ടെലഗ്രാമിൽ നടക്കുന്നത്. കോളേജ് കുട്ടികളുടെ, സ്കൂൾ കുട്ടികളുടെ, മൈനറായ കുട്ടികളുടെ ഒന്നും ചെയ്യാൻ കഴിയാതെ, അതിലെ പേയ്മെൻറ്റ്സ് പോലും പല സമയത്തും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പല രീതിയിലാണ് അതിൻ്റെ പേയ്മെൻറ്റ്സ് പോകുന്നത്. ഇത് നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. ഇതാണ് നമ്മൾ നിരന്തരം എല്ലായിടത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളത് മനസ്സിലാക്കൂ. കാരണം ഈ ഷോക്കിംഗ് ആത്മഹത്യ എന്ന് പറയുന്നത് എത്രത്തോളം സങ്കടകരമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വിഷയം, കോളേജുകൾക്കകത്ത് ജാതി വിവേചനം, അതിനെപ്പറ്റി കേരളം കാര്യമായിട്ട് ചർച്ച ചെയ്ത് എപ്പോഴാണ്? നിതിൻ രാജ് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യ നടന്ന സമയത്താണ്. അത് തന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ ആ വിഷയം ഒഴിവാക്കി എന്നുള്ള വേറെ കാര്യം, ട്രെൻഡിന് പിന്നാലെ നമ്മൾ പോയി. ഇനിയും അങ്ങനെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാൻ കാത്തിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടകരമാണ്. ഇപ്പം കോവിഡിന് ശേഷം കേരളത്തിൽ നടന്ന വിദ്യാർത്ഥി ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്താൻ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് എന്താണ് പറയുക, പൊതുവിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഞാൻ RT വിവരാവകാശം കൊടുത്തു. എനിക്ക് കേരളത്തിലുള്ള ഒരു 1400 ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തോ എനിക്ക് ഓരോരോ കത്തായിട്ടാണ് ഇത് അയച്ചിരുന്നത്. കാരണം ഇവരുടെ ക്രോഡീകരിച്ച ഡാറ്റ ഇതുമായി ബന്ധപ്പെട്ടില്ല. പിന്നെ എൻ്റെ പണിയാണ് എന്ത്, ഈ 1400 കത്തെടുത്ത് നോക്കുക എന്നുള്ളത്. വീട്ടിൽ ഇപ്പോഴും ഉണ്ട് പൊട്ടിക്കാത്ത കത്തുകൾ. കാരണം കഴിയൂല, ഒരു മനുഷ്യനെ കൊണ്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലല്ലോ ഇതിൽ ഡാറ്റ എടുക്കുക എന്നുള്ളത്. അപ്പം അത്ര ഇമ്പോർട്ടൻസ് ഇപ്പോഴും നമ്മളിതിന് കൊടുക്കുന്നുള്ളൂ എന്ന് പറയാം. ഇതിൻ്റെ കാരണങ്ങളെ പറ്റി നമ്മുടെ നാട്ടിലെ ടീനേജേഴ്സിൻ്റെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന വേറൊരു ടോപ്പിക്കാണ്, മാനസികാരോഗ്യം. അതിനെപ്പറ്റി ചർച്ചകൾ നടക്കണം. ട്രോമറ്റൈസ്ഡ് ആയി പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടുകാർ പുറത്ത് പറയാൻ മടിച്ചുകൊണ്ടെന്ന് മാത്രം. ഈ വീട്ടുകാരുടെ പുറത്ത് പറയാനുള്ള മടി കാരണം മാത്രം ബുദ്ധിമുട്ടില്ലാന്ന് കുറേ കുട്ടികളുണ്ട്. കാരണം ഇവർക്കിത് പുറത്ത് പറഞ്ഞാൽ മാത്രമേ ഇതിൽ ഹെൽപ്പ് കിട്ടുള്ളൂ, എന്താണെന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിയുന്നില്ല. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടികൾ വീടിനകത്ത് മിണ്ടാതിരിക്കുകയാണ്. ഇപ്പോൾ കോളേജിൽ പോകുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, പാസ്സാവുന്നുണ്ടോ ഉണ്ട്. ആ കുട്ടി എന്താണ്, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ എന്താണ് എന്നുള്ള ഒന്നും ഈ കുട്ടിക്ക് പിന്നീട് തിരിച്ചറിയാൻ പറ്റുക, ആ കുട്ടി പിന്നെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരികയോ ചെയ്യുന്നില്ല. അങ്ങനെ എത്ര കുട്ടികളുണ്ട്. അപ്പം ഇതറിയുന്നവർ വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും. കാരണം ഇതിൻ്റെ കൗണ്ട് അത്രയുമാണ്. ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ട്രാപ്പിലേക്ക് വീണ് പോകുന്നതിൻ്റെ കൗണ്ട് അത്രയുമാണ്. അപ്പം ഇതൊന്നും വേണ്ട. നമ്മുടെ നാട്ടിലെ ഡ്രഗ്സിൻ്റെ ഉപയോഗം, കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഡ്രഗുകളുടെ കച്ചവടം കാര്യമായി നടക്കുന്ന ഓൺലൈനിലാണ്. പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ചില ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് ഈ ഫിൽട്ടർ പേപ്പർ എന്ന് പറയും. കഞ്ചാവ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന പേപ്പറാണ്. ഈ ഫിൽട്ടർ പേപ്പറുകൾ സ്വിഗ്ഗിയുടെ, ഇൻസ്റ്റാമാർട്ടിലൊക്കെ അവർ തന്നെ കണക്ക് പറയുന്നേക്കാം. ഇൻസ്റ്റാമാർട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് കോളേജ് ഹോസ്റ്റലുകളിലേക്കാണ്. അപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ എന്തിനാണ് ഇത്ര ഫിൽട്ടർ പേപ്പറുകൾ വിൽക്കപ്പെടുന്നത്? ഇത് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇങ്ങനെ ഒരു യൂണിവേഴ്സ് തന്നെ, അവർ ഇതിൻ്റെ ഒരു 4-5 കോർണറുകൾ ഞാൻ പറയുന്നത് ഒരു യൂണിവേഴ്സ് തന്നെ അവിടെ ഉണ്ട് എന്ന് പറയാം. ഇതിനെപ്പറ്റി എത്രത്തോളം മെയിൻ സ്ട്രീമിന് ധാരണ ഉണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിപ്പോഴൊരു കേവലം കുട്ടികൾ ഗെയിം കളിക്കുന്നത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനിങ്ങനെ ആണ് എന്നൊരു നോർമലൈസ്ഡ് ആയ മനോഭാവത്തിൽ നിന്ന് രക്ഷിതാക്കൾ ഉയർന്ന് വളരെയധികം ചിന്തിക്കേണ്ട കാലം എത്രയോ മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഇനിയൊരു സങ്കട വാർത്തക്ക് കാത്തു നിൽക്കാതെ ഭരണകൂടം അതിലൊരു ഉചിതമായ തീരുമാനം എത്ര പെട്ടെന്ന് എടുക്കുന്നോ അത്രയും പെട്ടെന്ന് നമുക്കൊരു എന്താ പറയുക എസ്കേപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് എപ്പോഴും പറയാറുള്ള കാര്യം, കുട്ടികൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും
കൊറിയയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ കൊറിയ ഭയങ്കര ട്രെൻഡാണ്. ഇപ്പോൾ പിന്നെ ഈ എസ്തെറ്റിക് മാർക്കറ്റ് ഉണ്ട് കോഴിക്കോട് തുടങ്ങിയ. ഇപ്പം നമ്മളൊരു സുഹൃത്തിൻ്റെ അനിയത്തി എനിക്ക് തോന്നുന്നു 6ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവിടെ പോകണമെന്ന് വാശിയാണ് പെരുന്നാളിൻ്റെ തലേന്ന്. ഞാൻ അവസാനം അവിടെ കൂട്ടിക്കൊണ്ടുപോയപ്പം എന്താണ് അവിടെ, ഇപ്പം നമുക്ക് പോയാൽ നമുക്കതൊന്നും ഒരു കൗതുകം ഉണ്ടാക്കണില്ല. ഓക്കെ, കുട്ടികൾക്ക് ആ സാധനത്തോട് ഉള്ളൊരു നമ്മൾ മലബാർ ഭാഷ പറഞ്ഞ അതിർപ്പം അത് ഉണ്ടാകാം. പക്ഷെ ആ കുട്ടി പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ എന്താണ് അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് ഇത് ഫുള്ള് കൊറിയൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കൊറിയൻ സാധനങ്ങളാണ്. ഈ കൊറിയ ഭയങ്കര ലെജിറ്റിമേറ്റ് ചെയ്യപ്പെട്ട ഒരവസ്ഥയാണ്. അവിടുത്തെ വസ്ത്രങ്ങൾ, അവിടുത്തെ പിന്നെ കോസ്മെറ്റിക്സ്, അവിടുത്തെ ആളുകൾ, അവിടുത്തെ പിന്നെ കൊറിയൻ ഡ്രാമ, മ്യൂസിക് അടക്കമുള്ള സംഗതികൾ വേറെ. അപ്പൊ സത്യത്തിൽ ഇത് നമ്മുടെ ജിയോഗ്രഫിക്കൽ അതിരുകളൊക്കെ കടന്ന് കുട്ടികൾ പോകുന്നു എന്നത് ഭയങ്കര പോസിറ്റീവായിട്ടാണ് പറയാം. ഓൻ ഇവിടെ ഇരുന്നിട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ഒരു ടീനേജ് പ്രായത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കൾച്ചറൽ എന്താ പറയുക ഒരു അധിനിവേശം നമുക്ക് പറയാൻ പറ്റുമോ അറിയില്ല. അതൊരു പോസിറ്റീവായിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്? ഇതിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മളതിനെ പറയൽ ഇങ്ങനെയാണ്, വലിയ ലോകമാണല്ലോ, വലിയ ലോകം കാണുന്നുണ്ടല്ലോ, അപ്പൊ യാത്ര ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മളൊക്കെ പറയുന്നതാണല്ലോ. അപ്പൊ ഇന്റർനെറ്റിലൂടെ യാത്ര ചെയ്യല്ലേ എന്നുള്ളതാണ്. ഓപ്പൺനെസ് അനിവാര്യമാണ്. ഓപ്പൺനെസ് ആവശ്യമാണ്. ലോകത്തുള്ള മുഴുവൻ ട്രെൻഡുകളും ലോകത്തുള്ള മുഴുവൻ കൾച്ചറുകളും നമ്മൾ കാണുകയും പഠിക്കുകയും ഒക്കെ വേണം. അത് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ബൗണ്ടറികൾ എന്താണ്, ഞാൻ എടുക്കേണ്ടത് എന്താണ്, ഞാൻ വെറുതെ കണ്ട് ഒഴിവാക്കേണ്ടത് എന്താണ്, ഞാൻ കേൾക്കുക മാത്രം ചെയ്യേണ്ടതും ഉൾക്കൊള്ളേണ്ടതും എന്താണ്, ഈ ഒരു ബേസിക് പഠനം ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും അത്യാവശ്യമാണ്. ഇപ്പം കുട്ടികളെ LKG മുതൽ എന്തുകൊണ്ടാണ് ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും പഠിക്കുന്നത്? ലോകത്ത് മുഴുവൻ അങ്ങ് പഠിച്ചോട്ടെ, ലോകം കണ്ടു കണ്ട് അവരങ്ങ് തീരുമാനിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ? അത് പറ്റില്ല. കാരണം ശാസ്ത്രീയമായിട്ട് തന്നെ അറിയാം, കുട്ടികളെ എന്താ പറയുക, റേസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടുന്ന, ടീനേജ് പ്രായത്തിൽ കൊടുക്കേണ്ടുന്ന കുറച്ച് ബോധ്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് തന്നെ ഉണ്ട്. കുട്ടികളെ റേസ് ചെയ്യുക, പാരൻറ്റിംഗ് ഒക്കെ അപ്പോഴാണല്ലോ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പം, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് തന്നെ നമ്മൾ പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പം ഇതിൻ്റെ എല്ലാ ജോഗ്രഫിക്കൽ ലിമിറ്റുകളും കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ ഉള്ള പ്രശ്നം, ഇത് മുഴുവൻ കാണുന്നുണ്ട്. യെസ്, നല്ല കാര്യം. പക്ഷേ ഇതെങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്നില്ല. അവിടെ നമ്മൾ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചെത്തുക. നിങ്ങൾ ലോകത്തെ മുഴുവൻ കാണുക, ലോകം മുഴുവൻ യാത്ര ചെയ്യുക, ആളുകളുടെ അഭിപ്രായങ്ങൾ മുഴുവൻ കേൾക്കുക, നല്ല കാര്യം. പക്ഷേ ഇത് ഏതാണ് നല്ലത്, ഏതാണ് ചീത്തത് എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ കരിക്കുലത്തിൽ അതില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സമൂഹം അതിനെപ്പറ്റി അവെയറല്ല. ഇവർ കണ്ടോട്ടെ, ഇവർ മുഴുവൻ അറിയട്ടെ, ലോകം മുഴുവൻ ഇവർ കാണട്ടെ എന്ന് പറയുമ്പം തന്നെ ഇവരെ പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ടോ? എക്സാക്ട്ലി നമ്മളിപ്പോൾ ഒരു പുറത്തേക്ക് യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ യൂറോപ്പിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്, അല്ലെങ്കിൽ പോട്ടെ വെറുതെ ഡൽഹിയിലേക്ക് നമ്മളൊരു യാത്ര പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുത്തെ ക്ലൈമറ്റ് നോക്കും, അവിടുത്തെ ആൾക്കാർ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം നോക്കും. ഇപ്പോൾ വെറുതെ ഡൽഹിയിൽ ഇപ്പം നമ്മൾ ചാന്ദിനി ചൗക്കിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ബാക്ക് പോക്കറ്റിലുള്ള പേഴ്സ് എടുത്ത് നമ്മൾ മുന്നിലെ പോക്കറ്റിലേക്ക് ഇടും. അത് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ടുന്ന ഒരു മിനിമം അവയർനെസ് ആണ്. അത് ഫിസിക്കൽ വേൾഡിൽ മാത്രമല്ലല്ലോ, ഇന്റർനെറ്റിലും അത് ആവശ്യമാണല്ലോ. അപ്പം ആ ബാക്ക് പോക്കറ്റിലെ പേഴ്സ് മുന്നിലേക്ക് എടുത്തിട്ട് എടുത്തിടണം എന്നുള്ളൊരു അറിവുണ്ടല്ലോ, അത് ഡിജിറ്റൽ വേൾഡിലും ആവശ്യമാണല്ലോ. അതാരാ കൊടുക്കുന്നത് എന്നുള്ള ഒറ്റ ചോദ്യമുള്ളൂ. അതുണ്ടെങ്കിൽ ഏത് ലോകത്തേക്കും പോയിക്കോട്ടെ, ഏത് അഭിപ്രായങ്ങളും കേട്ടോട്ടെ. ഇപ്പം കാരണം ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനിപ്പുലേഷൻസ് ഒരു റിയാലിറ്റിയാണ്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അത് ഞാൻ ഇപ്പോൾ BSc സൈക്കോളജിയാണ് പഠിച്ചത്. ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ടീനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് കുറേ കൂടെ എളുപ്പത്തിൽ കഴിയും. കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പം നമ്മൾ മുൻപ് സംസാരിച്ച വിഷയമാണ് എത്തീസം വേഴ്സസ് അല്ലെങ്കിൽ മതം വേഴ്സസ് എത്തീസം. ചില അഭിപ്രായങ്ങൾ ഇതിനകത്ത് കേൾക്കുമ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഫീൽഡാണത്. ഇപ്പം അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളൊരു വ്യക്തിയല്ലേ, നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമല്ലേ, നിങ്ങൾക്ക് ഫ്രീ വില്ലില്ലേ, അപ്പോൾ നിങ്ങൾക്ക് എന്തും ചെയ്തൂടെ, എന്തിനാണ് കുറേ നോംസിൻ്റെ പിന്നാലെ പോകുന്നത്? കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതിൻ്റെ പ്രശ്നം തിരിച്ചറിയൽ എപ്പോഴാണ്? അതിനെപ്പറ്റി പഠിക്കുമ്പോൾ മാത്രമാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്റർനെറ്റിലേക്ക് പോവുകയും മറ്റുള്ള ലോകത്തെ തിരിച്ചറിയുകയും വെറും നമ്മൾ ഈ വിഷയം പറയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ഒരു റിബട്ടൽ ഇതാണ്, കുട്ടികൾ ലോകത്തെ തിരിച്ചറിയുന്നതിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കും. നമുക്കതിലൊരു ബുദ്ധിമുട്ടില്ല. ആ കുട്ടികൾ പുതിയ ലോകത്തേക്ക് പോകുന്ന സമയത്ത് അവരതിനെ പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അതല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ആണെന്നാണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ ആരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്? പാരൻസ് പഠിപ്പിക്കുന്നുണ്ടോ? സ്കൂളുകൾ പഠിപ്പിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പം ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു, ഈ കൾച്ചറൽ എക്സ്ചേഞ്ചിനകത്ത് സ്വാഭാവികമായിട്ടും ബൗണ്ടറികൾ ഉണ്ടാവണം. മനുഷ്യന്മാർക്ക് എല്ലാ കാര്യത്തിലും ബൗണ്ടറി ഉണ്ടാവണം എന്നുള്ളത് അത് ഏതെങ്കിലും ഒരു കൂട്ടം ആൾക്കാർ മാത്രം പറയുന്നതല്ല, അതൊരു റിയാലിറ്റിയാണ്. ആ ബൗണ്ടറി എന്താണെന്ന് ഈ കുട്ടികൾ ആരാ പഠിപ്പിക്കുന്നത്? ഹെൽത്തി ബൗണ്ടറീസ് എന്ന് പറയും. ഹെൽത്തി ബൗണ്ടറീസിനെ പറ്റി, ഡിജിറ്റൽ ലോകത്തെ ഹെൽത്തി ബൗണ്ടറീസിനെ പറ്റി എന്നെങ്കിലും ഇവിടെ ഒരു സ്കൂളിലൊരു ചാപ്റ്റർ ഉണ്ടായിട്ടായിട്ട് അറിയാം? എനിക്കറിയില്ല.
അവിടെയാണ് നമ്മൾ ഇപ്പോഴും ഉള്ളത്. ആ ലോകത്ത് നിന്നുകൊണ്ട് ഈ പറയുന്ന ജോഗ്രഫിക്കൽ ലിമിറ്റ്സ് കഴിഞ്ഞ് പോകുമ്പോൾ അതിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് വാങ്ങുമ്പോൾ കാണാം 3 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. അപ്പോൾ ഈ 3 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് ആ ടോയ്സ് കൊടുക്കരുത് എന്ന് പറയാൻ കാരണം അത് അവർ വായിലിടും, അല്ലെങ്കിൽ അവർ അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെ അറിയാത്തത് കൊണ്ട് ശരീരത്തിൽ കോറും, അതൊക്കെ വളരെ, അല്ലെങ്കിൽ ചിലപ്പോൾ മുണുങ്ങുന്ന വിഴുങ്ങും. വിഴുങ്ങിയാൽ പിന്നെ അതൊരു വലിയ പ്രശ്നമാവും. അതല്ലാത്ത അവസ്ഥയിൽ അതൊരു ചെറിയ ചെറിയ പരിക്കുകളായിരിക്കും. ആ മുറിവ് പോലും വരാൻ പാടില്ല എന്ന ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്ന നമ്മുടെ നാട്ടിൽ പിന്നെ ഡ്രഗ്സ് ആകുന്ന അഥവാ മയക്കുമരുന്ന് ആയേക്കാവുന്ന മരുന്നുകൾ ഇത്ര വയസ്സിന് താഴേക്കുള്ള കുട്ടികൾ വാങ്ങാൻ പാടില്ല എന്ന് നിയമമുള്ള നാട്ടിൽ ഇതിന് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും കൂടി ഒന്നിച്ച് കിട്ടുന്നൊരു യൂണിവേഴ്സിൽ ഒരു നിലക്കും ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല എന്നത് ഭയങ്കര പാരഡോക്സ് ആണ് സത്യത്തിൽ. അത് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു ഭാഗം അവിടെ ഉണ്ട്. അതോടൊപ്പം ഇപ്പം കുട്ടികൾ അവർ പിന്നെ ഇപ്പം അവരെത്ര എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാലും അവരെ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഇത് നമുക്ക് ഒരു നല്ല കുഴപ്പമില്ലാത്ത ഏരിയയാണ്, ഇത് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഇതിൻ്റെ അൽഗോരിതം ഒരു വലിയ ഭീമമായ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പം അൽഗോരിതം അനുസരിച്ച് പിന്നെ ഒരു ഭയങ്കര ഒരു നാസിസ്റ്റ് സ്വഭാവത്തിലേക്ക് കുട്ടികൾ വരും. കാരണം അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രമാണ് അവർ കാണുന്നത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്ന ലോകം. ഇപ്പം ഞാൻ ഇന്ന് പിന്നെ ഒരു രസമുള്ളൊരു വീഡിയോ കണ്ടു. ഫിഫയെ സംബന്ധിച്ച് ലോകത്തെല്ലാവരും കറുത്തവരാണെന്ന് പറഞ്ഞ് ആ വീഡിയോയുടെ ഒരു ആകത്തുക. അതിപ്പോൾ പോസിറ്റീവായി ചെയ്ത സാധനമാണ്. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിലൊക്കെ പിന്നെ വേൾഡ് കപ്പ് മാച്ചസിൻ്റെ ഒക്കെ ഹൈലൈറ്റ്സ്, അതാണ് ആ വീഡിയോൻ്റെ ആകത്തുക. ഹൈലൈറ്റ്സ് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹൈലൈറ്റ്സ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് US നിന്ന് കാനഡയിൽ നിന്നൊക്കെ ഉള്ള കളിക്കാരെ പിന്നെ അതിൻ്റെ ഹൈലൈറ്റ്സിൻ്റെ ഒരു തമ്പനിയിൽ കൊടുക്കുമ്പോൾ കാനഡനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളൊരു ബ്ലാക്കാണ്. അപ്പോൾ ചിലപ്പോൾ അതൊരു ഫിഫൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഐഡിയോളജിയുടെ ഭാഗമായിട്ടാകാം. പിന്നെ ഒരു ഉദാഹരണം പറയാം കേട്ടോ, അങ്ങനെയാണ്. അപ്പം അതിനെ കാണുന്ന ആൾ എന്ന് പറയുന്ന പോലെ നമുക്ക് താല്പര്യമുള്ള സംഗതികൾ മാത്രം നമ്മളിങ്ങനെ കൺസ്യൂം ചെയ്താൽ ഉണ്ടാകുന്ന ഒരു വലിയ ഡൈവേഴ്സിറ്റി ആണല്ലോ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ മനോഹരമായൊരു പക്ഷം ഇന്ത്യൻ്റെ. അപ്പോൾ അതിന്നൊക്കെ ഒരു മാറി. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വാശിയുടെ തർക്കത്തിൻ്റെ എന്തെങ്കിലും ഒരു ഏരിയ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ പറയുക പാരൻസ് ടീച്ചേഴ്സിന് BEd അങ്ങനെ പഠിപ്പിക്കുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇത് കുട്ടികളെ എൻഗേജ് ചെയ്യുന്ന ഏരിയയിലോ അവർക്ക് ഏറ്റവും താല്പര്യമുള്ള കണ്ടന്റുകൾ മാത്രം അവർ കാണുന്നു. ഇത് ഈ അൽഗോരിതം തന്നെ ശരിക്കും അവരെ ഷേപ്പ് ചെയ്യുന്നിടത്ത് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കില്ലേ? എക്സാക്ട്ലി ഉണ്ടാക്കും. അതാണ് ഇവിടുത്തെ പ്രശ്നം. നമ്മൾ ഇതിലാണ് ഈ ഏജ് റെസ്ട്രിക്ഷൻ്റെ വിഷയം വരുന്നത്. കാരണം ഈ 16 വയസ്സിൻ്റെ അല്ലെങ്കിൽ 18 വയസ്സിൻ്റെ ഒക്കെ നമ്മൾ കണക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞ യാത്രേൻ്റെ കാര്യത്തിലേക്ക് തന്നെ പോവാം. നമ്മൾ 15 വയസ്സുള്ള കുട്ടിനെ വേറെ സംസ്ഥാനത്തേക്ക് പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ വിടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അത്രയും വലിയ കൾച്ചറിലേക്ക് നമ്മൾ വിടുക? ആ പ്രശ്നങ്ങളെല്ലാം കാരണം അത് വിടില്ല. അത് അവിടുത്തെ ഫിസിക്കൽ വേൾഡിലെ പ്രശ്നങ്ങൾ കാരണം മാത്രമൊന്നുമല്ല. കാരണം ഒരു പുതിയ ലോകത്തേക്ക് അയാൾ ഇറങ്ങുന്നതിനൊരു സമയം, ഒരു പാകത ആവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിനെ കൊണ്ടാണ്. അത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെയും കാര്യത്തിലേക്ക് വരാം. ഇനിയിപ്പം അൽഗോരിതത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. അൽഗോരിതം ഇപ്പം നമുക്ക് വലിയ പിക്ചറിലേക്ക് തന്നെ പോവാം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഗ്ലോബൽ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നതിനകത്ത് പോലും അൽഗോരിതത്തിന് വലിയ റോളുണ്ട്. അപ്പം അത് ബയസ്ഡ് ആണെന്ന് പറയുന്നു. പല പാർട്ടികൾക്കും വേണ്ടി അൽഗോരിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുന്നു. അപ്പം ആ കുട്ടി പോകേണ്ടതില്ലാത്ത അല്ലെങ്കിൽ ആ കുട്ടി പോയാൽ ആൾക്ക് തന്നെ അപകടമായേക്കാവുന്ന ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഏരിയയിലേക്ക് പോവുകയും ആ ഏരിയ എക്സ്പ്ലോർ ചെയ്തു എന്ന് വിചാരിച്ചോളെ. പിന്നീട് ആ കുട്ടിയുടെ മുന്നിലേക്ക് വരുന്ന ആഡുകൾ അല്ലെങ്കിൽ ആ കുട്ടി പിന്നീട് കാണുന്ന അല്ലെങ്കിൽ സെർച്ചിൽ തന്നെ മുന്നിൽ കാണുന്ന ആദ്യം കാണുന്ന 2-3 റിസൾട്ടുകൾ സ്പോൺസേഡ് ആയിരിക്കുമല്ലോ. ആ സ്പോൺസേഡ് ഏരിയയിൽ ഇവർ കാണുന്ന ആഡുകൾ അത് മുഴുവൻ നേരത്തെ പോയ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കും. വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് ആ കുട്ടിയെ പിടിച്ചിടാൻ ഈ ആഡുകൾ മാത്രം മതി. അൽഗോരിതം എത്തിക്കും. അപ്പം ഇൻസ്റ്റാഗ്രാം എടുക്കാം. ഇൻസ്റ്റാഗ്രാമിൽ 1-2 റീലുകൾ നമ്മളൊരു ഏരിയയുമായി ബന്ധപ്പെട്ടത് കാണണം. ഇപ്പോട്ടെ 1-2 റീലുകൾ കാണണം. അപ്പോൾ നമ്മളിവിടെ എത്ര നേരം സംസാരിച്ചു, നമ്മളിപ്പോൾ ഇത്ര നേരം സംസാരിക്കുന്ന ഈ ഫോണുകൾ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്ന റീലുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. ഇത്രയും അവെയറായി നിൽക്കുന്ന സോഷ്യൽ മീഡിയയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പം അവരെ മുന്നിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു സംശയമില്ല. ഇപ്പം 2 പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് റെക്കോർഡ് ചെയ്ത് അതിലെ വേർഡുകൾ ഡിറ്റക്ട് ചെയ്ത് അത് റീലിൽ കാണിക്കാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും സെർച്ച് ചെയ്യുന്ന ആൾക്ക് താല്പര്യമുള്ള ഏരിയ കണ്ടെത്തി ഇട്ട് കൊടുക്കാൻ എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ബേസിക് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ലോ. അവിടെ തന്നെയാണ് പ്രശ്നം. കാരണം എഗെയിൻ ഈ ബൗണ്ടറികളും ലിമിറ്റുകളും എവിടെയാണെന്ന് അറിയാത്ത കുട്ടീൻ്റെ മുന്നിലേക്കാണ് ഈ കണ്ടന്റുകൾ മുഴുവൻ എത്തുന്നത്. ഈ കണ്ടന്റിലേക്ക് മുഴുവനാണ് ഡയറക്റ്റ് എക്സ്പോഷർ ഈ കുട്ടികൾക്ക് കിട്ടുന്നത്. അവിടെയാണ് ഈ കൺസേൺ വരുന്നത്. അപ്പം നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നതോടൊപ്പം പാരലലി ഇവിടെ റെസ്ട്രിക്ഷനും ഉണ്ടാകുമ്പോൾ മാത്രമാണ് കറക്റ്റ് റിസൾട്ടിലേക്ക് പോവുക. എനിക്കൊരു അനുഭവം ഉണ്ട്. ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ കുട്ടീനെ പെട്ടെന്ന് സുഖമില്ലാതെ
പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ അപ്പം ഞാൻ അന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാണ്. ഞാൻ ട്രെയിനിലാണുള്ളത്. അപ്പോൾ കൊണ്ടുപോയ സ്റ്റാഫിനെ വിളിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയ മൂത്രക്കല്ലാണോ എന്നൊരു സംശയം ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ പറഞ്ഞ അവനോട് പാരന്റിനോട് വിളിച്ചിട്ട് വേഗം കൊണ്ടുപോകാൻ പറയും. എൻ്റെ ഫോണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ജനശതാബ്ദിയിലാണ് വരുന്നത്. അപ്പം ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ഓൺ ആക്കിയപ്പോൾ ഉണ്ട് ബേബി മെമ്മോറിയലിൽ മൂത്രക്കല്ലിൻ്റെ സ്പെഷ്യലിസ്റ്റ് ജോയിൻ ചെയ്തിട്ട് ആഡ് വരുന്നത്. അപ്പം ഈ സംഗതി നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും ഇതുപോലത്തെ നമ്പർ ഓഫ് എക്സാമ്പിൾസ് പറയാനുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് നമ്മളിനി അവരെത്ര എഡ്യൂക്കേറ്റ് ചെയ്താലും അവരെ ട്രിഗർ ചെയ്യുന്ന കണ്ടന്റുകൾ അവരുടെ പ്രായം മനസ്സിലാക്കി ഇൻസ്റ്റഗ്രാമിന് അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾക്ക് എന്താണ് ആവശ്യം, നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക, നമ്മളതിൽ ടൈം സ്പെൻഡ് ചെയ്യുക. മോസ്റ്റ് വി സ്പെൻഡ് മോസ്റ്റ് ദേ ലേൺ. നമ്മൾ എത്രമാത്രം അവിടെ സ്പെൻഡ് ചെയ്യുന്നോ അത്രമാത്രം കൂടുതൽ അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചാണ് മുഴുവൻ അതിൻ്റെ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നതൊരു വലിയ പാർട്ട് നിർവഹിക്കുന്നതോടൊപ്പം ഈ കുട്ടികൾക്ക് എത്തണ്ട എന്നതിനെക്കുറിച്ച് റെസ്ട്രിക്റ്റ് ചെയ്യാനും കൂടെ ബോധപൂർവ്വം ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ അവർക്ക് വലിയ കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നത് തീർച്ചയാണ്. അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഇപ്പം മുമ്പത്തെക്കാളൊക്കെ ഏറെ ഏത് കുട്ടിയുടെ മനസ്സിലും ഒരു വ്ളോഗർ ആകണം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആകണം എന്ന ആഗ്രഹം മുളച്ചു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. കാരണം ലോകം അങ്ങനെയാണല്ലോ. അപ്പോൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നും അങ്ങനെ നമ്മളടക്കം പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു കോലത്ത് ഇതിനൊരു വലിയൊരു എന്താ പറയുക വലിയൊരു ഫാൻറ്റസി ലോകം കുട്ടികൾക്ക് മുമ്പ് തുറന്നു കൊടുക്കുന്നതിൽ ഇപ്പോൾ ഒരു രക്ഷിതാവിൻ്റെ ഒരു മനോഭാവം എടുത്താൽ തന്നെ കുട്ടി ഇപ്പം അങ്ങനെ ഒരു വ്ളോഗൊക്കെ ഒരു ചെറിയ കുട്ടി ചെയ്താൽ ഒരു രക്ഷിതാവ് പോസിറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക, നെഗറ്റീവായിട്ടായിരിക്കും ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും ഒരു അഭിമാനബോധത്തിലേക്ക് ആയിരിക്കും എത്തുക. പക്ഷേ പതുക്കെ ഈ പറയുന്ന ഈ സോ കോൾഡ് സെലിബ്രിറ്റീസൊക്കെ പുഷ് ചെയ്യുന്ന കണ്ടന്റുകളും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ് അറിഞ്ഞോ അറിയാതെയോ അവർ അതിൻ്റെ പാർട്ടാകുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ ഒരു വലിയൊരു ത്വര ഉണ്ടല്ലോ, എന്താകണമെന്ന് ആലോചിച്ചാൽ എനിക്കും കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാകണം അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ മനോഭാവം ഒരു ഭയങ്കര പ്രശ്നമല്ലേ? അതെ ആണ്. അതിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇതിലും നമുക്കൊരു സർഫസ് ലെവലിൽ നോക്കുമ്പോൾ കണ്ടന്റ് ക്രിയേഷൻ നല്ല പരിപാടിയല്ലേ? അത് നല്ല പരിപാടിയാണ്. കണ്ടന്റ് ക്രിയേഷൻ നല്ല പരിപാടിയാണ്. വ്ളോഗിങ് നല്ല പരിപാടിയല്ലേക്കും, നല്ല പരിപാടിയാണ്. ഇവിടെ നമ്മുടെ പ്രശ്നം വരുന്നത് ഇവിടെ റിയാലിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിനകത്തുള്ള വിഷയം വരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാം. നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയയുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 90% എങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ലൂപ്പാണ്. അതായത് നമ്മൾ നിരന്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുന്നു, നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അതിൽ ഇൻഫോർമേറ്റീവ് കണ്ടന്റുകൾ എത്രത്തോളമായിരിക്കും? നമ്മുടെ അൽഗോരിതം നമ്മൾ കുറേ കൂടെ ആ കണ്ടന്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറേ കൂടെ കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ടോട്ടൽ പിക്ചറിലേക്ക് വരാനാണെന്നുണ്ടെങ്കിൽ ആവേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സൈഡ് ആ ഒരു പോർഷൻ മാത്രമേ കാണുന്നുള്ളൂ. ആ ഭാഗമാണ് പലപ്പോഴും നമ്മുടെ പുതിയ ജനറേഷനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് പകർത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലാസ്റ്റ് വിവാദമായ തൊപ്പിയുടെ അല്ലെങ്കിൽ സായിപ്പ് അതുപോലെയുള്ള ഒരുപാടധികം സ്ട്രീമേഴ്സ് ഉണ്ടല്ലോ. ആ സ്ട്രീമേഴ്സ് ആവാൻ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പം ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാം, ഈ 8ലും 9ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളാണ് ഇനി അടുത്ത ഗ്യാങ് ആവാൻ പോകുന്നത്, അടുത്ത തൊപ്പിയുടെ ഗ്യാങ് ആവാൻ പോകുന്നത് ഞങ്ങളാണ്, ഞങ്ങൾ തൊപ്പിനെ വെട്ടിക്കാൻ പോവാണെന്നുള്ളതൊക്കെ. ഇപ്പോൾ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടേ ഉള്ളൂ. കാരണം തൊപ്പിയൊക്കെ കോഴിക്കോട് ഉൾപ്പെടെ വരുമ്പം അവരെ ചുറ്റും കൂടുന്ന ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഈ 14 15 വയസ്സുള്ള കുട്ടികളാണ്. ആ കുട്ടികളാണ്, ക്രൗഡാണ്. അപ്പം മുൻപ് പെരിന്തൽമണ്ണയാണെന്ന് തോന്നുന്നു ഒരു സ്ഥലത്ത് വളാഞ്ചേരിയാണെന്ന് തോന്നുന്നു പകൽ സമയത്ത് ഉദ്ഘാടനത്തിന് പോയപ്പം ആ റീലിനകത്തൊരു കുട്ടി പറയുന്നുണ്ട് ഞങ്ങളിത് സ്കൂളിലൊന്നും പോയിട്ടില്ല, ഞങ്ങൾ ഉദ്ഘാടനം കാണാൻ വന്നതാണെന്നല്ലേ. അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഡേഞ്ചറിനെ പറ്റി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. അന്നേ നമ്മളൊക്കെ പറഞ്ഞുകൊടുക്കുന്നതാണ്. തൊപ്പിയുടെ കാര്യം ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി. എന്താണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്, ആ ഒരു വീടിനകത്ത് നടന്നുകൊണ്ടിരുന്ന ക്രൈമുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ എക്സ്പോസ്ഡ് ആയി. മാത്രമല്ല സ്ക്രിപ്റ്റഡ് ആണ്, കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആണ്. അത് തൊപ്പി തന്നെ ആള് തന്നെ. ഞാൻ ആ ലൈവ് രണ്ടും മുഴുവൻ ഇരുന്ന് കണ്ടതാണ്. കാരണം ഇവിടെ എന്താ നടക്കുന്നത് മനസ്സിലാകുന്നത് നമ്മളത് കണ്ടേ പറ്റുള്ളൂ. ഞാൻ ആ വീഡിയോയിൽ ഇത് പറഞ്ഞു. അപ്പം അതിനകത്ത് ആള് വളരെ പ്രൗഡായിട്ട് പറയാണ് ഞങ്ങൾ ആൾക്കാരെ ചിരിപ്പിച്ചല്ലോ, ഇത് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത്. ആ സ്ക്രിപ്റ്റിൽ എന്തൊക്കെ ഉൾക്കൊണ്ടു ആ കുട്ടികൾക്ക് 14 15 വയസ്സുള്ള കുട്ടിക്ക് ഇതെങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പൊ ഒരു സിനിമ കാണുമ്പോൾ ചിലപ്പോൾ ആ ബോധം ഉണ്ടാവും, അതെ ഇത് സ്ക്രിപ്റ്റഡ് ആണ്, അഭിനയമാണ് എന്ന് ബോധം. അതുപോലും നന്നായി സ്വാധീനിക്കും എന്നത് വേറെ കാര്യം. അപ്പൊ ഇതൊന്നും അറിയാതെ വളരെ ലൈഫ് വ്ളോഗിംഗ് എന്നൊക്കെ ആണല്ലോ പറയാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് എന്നാണല്ലോ പറയാം. അത് പറയുകയും എന്നിട്ട് സ്ക്രിപ്റ്റഡ് ആയ ഒരു സാധനം കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പം ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ്. വ്ളോഗിങ്ങും അല്ല, ലൈവ് സ്ട്രീമിംഗ് ആണ്. കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓൺ സ്പോട്ടിൽ ആളുകൾ കാണുകയാണ്. ഇപ്പം അതിനകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നത് ഇവരിങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ ഒരാൾ ഡാൻസ് കളിക്കുമ്പോൾ ബാക്കിൽ TV പൊട്ടിക്കുന്നു. ആ TV പൊട്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടാകുന്നു. അപ്പം ഇവർ തമ്മിൽ പിന്നെ
റിയൽ ലൈഫിൽ തർക്കമാവുകയും പിന്നെ രണ്ടുപേരും 2 വീഡിയോ എടുക്കുകയും ചെയ്തപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത് ആ ടി വി അവിടെ വെക്കുക സ്ക്രിപ്റ്റ് ചെയ്ത് ഈ തർക്കം ഉൾപ്പെടെ ഓൾറെഡി ഡയലോഗ് ഉൾപ്പെടെ സ്ക്രിപ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. ഇത്രയും ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇവർ കാണിച്ചു കൊടുക്കുന്നത്. ഇതിലേക്കാണ് ഈ കുട്ടികൾ എത്തുന്നത്. ഇതാണ് കുട്ടികൾ റിയാലിറ്റി ആണെന്ന് വിചാരിച്ച് ജീവിതത്തിലേക്ക് പകർത്തുന്നത്. അത് പകർത്തപ്പെടുകയും ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ എൻഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. അതായത് ഈ തൊപ്പി പറയുന്ന ആ ലാംഗ്വേജ് അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണിക്കുന്ന ലാംഗ്വേജും ആ ഒരു സംസ്കാരവും നമ്മുടെ മുഖ്യധാരയിലുള്ള കുട്ടികൾ പകർത്തുകയും സംസാരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർക്കാണ് അത് ബെയർ ചെയ്യാൻ പറ്റുക? അത് റിയൽ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആർക്കാണ് അത് ബെയർ ചെയ്യാൻ പറ്റുക? അത് കഴിയില്ല. കാരണം അങ്ങനെയാണ് ആ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളും അറിയുന്നവർക്കറിയാം. അപ്പം അതാണ് നടന്നിട്ടുള്ളത്. ഈ കുട്ടികളാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഈ വ്ളോഗിങ്ങിലേക്ക് വരുമ്പോഴും ഈ വ്ളോഗിങ് കാണിക്കുന്ന ഒരു ഫേക്ക് ലൈഫുണ്ട്, ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് തൊപ്പി എന്നുള്ളത് മാത്രമല്ല, ടു ബി ഹോണസ്റ്റ് ഇവിടുത്തെ ഇടയ്ക്ക് വ്ളോഗേഴ്സ് തന്നെ പറയുന്ന കാര്യമാണ്, അവരെ വ്ളോഗിൽ കാണിക്കുന്നത് ഫേക്ക് വേൾഡാണ്. അപ്പം അത് പകർത്തുകയാണ്. അപ്പം നമ്മൾ നേരത്തെ കൊറിയയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ അവിടേക്ക് പോകാനുള്ള ഒരു ആവേശത്തിൻ്റെ കാര്യം പറഞ്ഞു. അത് കുട്ടികൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് ആണ്. ഓരോ കാര്യങ്ങൾ വാങ്ങുന്നിടത്ത്, ഡ്രസ്സ് വാങ്ങുന്നിടത്ത് അല്ലെങ്കിൽ കാറും ബൈക്കും അങ്ങനെ എന്ത് കാര്യം വാങ്ങുന്നിടത്തായാലും കൺസ്യൂമേഴ്സിനെ സ്വാധീനിക്കുന്നതിനകത്ത് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉള്ളത് ഇപ്പോൾ ഈ വ്ളോഗുകൾക്കാണ്. കാരണം അവർ യൂസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അവരെ വീട്ടിലുള്ള അപ്ലയൻസസ് ആ ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അത് ഇക്കണോമിക്കലി നമ്മൾ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിലേക്ക് കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ സംസാരിക്കരുത്. അതായത് ഇപ്പം ഒരു നോർമൽ ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന സാധാരണ ഒരു കുടുംബം ലീഡ് ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് അയാളുടെ വീട്ടിൽ നിന്ന് വരുന്ന ഡിമാൻഡുകൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. കാരണം വ്ളോഗിൽ അത് കണ്ടു, ആ വ്ളോഗിൽ ഇത് കണ്ടു, എല്ലാവരും സന്തോഷിക്കുകയാണ്, എല്ലാവരും എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, നമ്മൾ മാത്രം എന്തുകൊണ്ടാണ് ഹാപ്പി അല്ലാത്തത്? ഈ ഒരു കൺസേൺ കൂടി ഉണ്ടല്ലോ. സ്റ്റോറികളുടെ കാലമാണല്ലോ. അപ്പം നേരത്തെ പറഞ്ഞ സ്നാപ്ചാറ്റിൽ ഓരോ സ്പോട്ടിൽ നടക്കുന്ന ഫോട്ടോകളാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറികളിലും ഇൻസ്റ്റന്റുകളിലും ഓരോ സ്പോട്ടിൽ നടക്കുന്ന സ്റ്റോറികളാണല്ലോ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നത്. എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും പുതിയ കാര്യങ്ങൾ വാങ്ങുകയാണ്, എല്ലാവരും പുതിയ സ്ഥലത്തേക്ക് പോവാണ്. അപ്പം അത് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് അങ്ങനെയൊന്നും അല്ലല്ലോ എന്ന് തോന്നിക്കാൻ കൂടി ഇത് കാര്യമാവും. ഇത് ഈ കുട്ടികളിൽ ഉണ്ടാക്കുന്ന മെൻ്റൽ കൺസേണും ചില്ലറല്ല. ഇപ്പം ഇതിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പം കുറച്ച് മുമ്പ് കോവിഡ് കാലത്ത് ദുബായിലൊരു ഇൻഫ്ലുവൻസർ ആത്മഹത്യ ചെയ്തതാണോ അല്ല പിന്നെ ഭർത്താവ് കൊന്നതാണോ എന്നുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. അപ്പം അതിലുണ്ടായിരുന്നൊരു പ്രശ്നം എന്താണ്, ഇപ്പോൾ ആ കപ്പിൾ അവരിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്ന കപ്പിളാണ്. അപ്പം അവർ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായി ആ പെൺകുട്ടി മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ അവർ ദുബായിൽ പല സ്ഥലത്തും പോയി സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവരെ ലൈഫ് ഇങ്ങനെ വാച്ച് ചെയ്യുന്ന ഒരാൾ അത് ഇപ്പം സ്വാഭാവികമായും ജീവിത സാഹചര്യം കൊണ്ട് അങ്ങനെ എത്താൻ കഴിയാത്ത 10,000-കണക്കിന് ആളുകൾ ഇത് കാണുന്നുണ്ടാവും. ഇവരെന്താ മനസ്സിലാക്കുമോ, ഞാനും മാത്രമാണ് ഇങ്ങനെ, ഇവരുടെയൊക്കെ ഒരു ലൈഫ് നോക്കുമോ, എന്തൊരു ഭംഗിയാണ്. എന്നാൽ ബിഹൈൻഡ് ദ കർട്ടൻ ആ കുട്ടിയെ ഭർത്താവ് കൊന്നതാണോ അല്ല ആത്മഹത്യയാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. രണ്ടാണെങ്കിലും ജീവിത നിരാശയായിരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഉത്തരം. ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണെങ്കിലും അല്ല വധിക്കപ്പെട്ടതാണെങ്കിലും എന്നിട്ട് ആ കുട്ടിയുടെ മയ്യത്ത് നാട്ടിൽ വന്ന് കബറടക്കി ഏകദേശം 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കബറിന്ന് മയ്യത്ത് എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അപ്പോൾ സത്യം നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ കാണുന്ന ആളുകൾ, ഈ ഇവരുടെ സ്റ്റോറി ഇങ്ങനെ കാണുന്ന ആളുകൾ മനസ്സിലാക്കുന്നത് ഇതാണ് ലൈഫ്. കാരണം ഭക്ഷണം കഴിക്കാൻ പോകുന്നു, യാത്രകൾ നടത്തുന്നു, ഈ ലൈഫാണ് എന്ന് വരെ നമ്മളിങ്ങനെ ഉള്ളിൽ കാണാം. അപ്പം മനുഷ്യന്മാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ലൈഫ് വ്ളോഗേഴ്സ് ഈ സെലിബ്രിറ്റീസ് വെക്കുന്ന ലോകമാണ് എന്ന് പ്രായമായവർ തന്നെ, പക്വതയുള്ളവർ തന്നെ വിചാരിക്കുമ്പോൾ പിന്നെ കുട്ടികളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിൽ തന്നെ ഇപ്പം ഇതേ കൺസേൺ പറയുകയാണെങ്കിൽ പിന്നെ കുട്ടികൾക്ക് നോ എന്ന് പറയപ്പെടാൻ പറ്റണില്ല, അവരോട് നോ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഭയങ്കര ഫാൻറ്റസിയാണ് ലോകമെന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ജീവിതം ഇത്ര ഹാപ്പിയാണ്, ഞാൻ മാത്രമാണ് ഇത്ര പ്രശ്നത്തിൽ നിൽക്കുന്നത് എന്ന് സ്വാഭാവികമായും ഒരു ജീവിത സാഹചര്യം, ഇപ്പം എല്ലാവരും ജീവിത സാഹചര്യം ഒരുപോലെയല്ല, വീട്ടിൽ വലിയ രോഗങ്ങളുള്ളവരുണ്ടാകാം. ഇപ്പം ഇവർക്കൊക്കെ ഉണ്ടാക്കുന്ന ട്രോമ കൂടെ നമ്മൾ ഉത്തരം പറയണമല്ലോ. അതെ, അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കൺസേൺ കൂടി ഉണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഓർമ്മയത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അപകടം ഓൺലൈൻ ലോൺ ആപ്പുകളാണല്ലോ. ഓൺലൈൻ ലോൺ ആപ്പുകളും ATM കാർഡിൻ്റെ വാടക കൊടുത്തുകൊണ്ടുള്ള തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയാവുന്നത് യങ്സ്റ്റേഴ്സാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളതിനകത്തൊരു ഒരു സോഷ്യൽ സ്റ്റഡി അനിവാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, എൻ്റെ ലൈഫ് മാത്രമാണ് പ്രശ്നം, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഫാൻറ്റസി ലോകത്തോട് എൻ്റെ ലൈഫിനെ മാച്ചപ്പ് ചെയ്യാനുള്ള ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു ത്വര ഉണ്ടല്ലോ, ആ ത്വരൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ലോണുകളിൽ പലതും എടുക്കപ്പെടുന്നത്. എന്തിനാണ്? എനിക്ക് പുതിയൊരു വേൾഡിലേക്ക് എത്തണം, അല്ലെങ്കിൽ എനിക്ക് അവരെ കയ്യിലുള്ള ഗാഡ്ജറ്റുകൾ, അവരെ കയ്യിലുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ അത് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് റിസ്ക് എടുക്കാനും തയ്യാറാണ്. അപ്പം ഈ ATM കാർഡ് വാടക കൊടുക്കുമ്പം ഒരാൾക്ക് കിട്ടുന്നത് 30,000-40,000 രൂപയൊക്കെയാണ്. സ്വന്തം പേരിൽ ATM കാർഡ് എടുത്ത് വാടക കൊടുക്കുമ്പോൾ അതിലേക്ക് വരുന്ന ഫണ്ട് ആരുടേതാണ് എന്നുള്ളത് ഇവർ ആലോചിക്കുന്ന പോലുമില്ല. 8 ലക്ഷം രൂപയോ 9 ലക്ഷം രൂപയൊക്കെ സ്വന്തം നമ്മുടെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് വന്നു പോകുമ്പോഴാണ് നമുക്ക് 40,000, 50,000 അല്ലെങ്കിൽ 30,000 ഒക്കെ കിട്ടുന്നത്. അത് ഏത് ഫണ്ടാണ്, എവിടെ നിന്നുള്ളതാണെന്ന് അറിയുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലുൾപ്പെടെ മഹാരാഷ്ട്രയിൽ നിന്ന് പോലീസ് വന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള ഫണ്ടായിരുന്നു. അവർ വന്ന് പിള്ളേരെ അറസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത്രയും വലിയ സോഷ്യൽ കൺസേണുകൾ, സോഷ്യൽ ഇഷ്യൂസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുഴുവൻ റൂട്ട്സ് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനിപ്പോൾ ഈ കിട്ടിയ 30,000 രൂപ എന്തിനുപയോഗിച്ചു. ആ ലൈഫ് സ്റ്റൈലിലേക്ക് പച്ചപ്പ് ചെയ്യാൻ ഒരു സംശയമില്ല അതിനകത്ത്. നമ്മുടെ മുന്നിലുള്ള കേസ് ബൈ കേസ് എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ എക്സാമ്പിളുകൾ വരും. അപ്പം ഇങ്ങനെ ഒരുപാട് കൺസേണുകൾ ഈ യങ്സ്റ്റേഴ്സ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുടുംബത്തെ ലീഡ് ചെയ്യുന്നത് ആരാണോ അവരുടെ തലയിലേക്ക് കൂടി ഇതൊരു പ്രഷറായിട്ട് വരുന്നുണ്ട്, ആ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അതിലെ കോണ്ടന്റുകൾ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിലുള്ളൊരു പ്രശ്നം, കുട്ടികൾ ഭയങ്കരമായി ന്യൂഡിറ്റിയിലേക്ക് എക്സ്പോഷർ കിട്ടുന്നു. എന്നിട്ട് അതുപോലുള്ള പല കാര്യങ്ങളും പിന്നെ എന്താ പറയുക നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ചിലതൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് മാത്രം അറിയേണ്ട കാര്യങ്ങൾ അതിനേക്കാൾ എത്രയോ പ്രായം മുന്നേ അവരറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ഇപ്പം സെക്ഷൽ എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അത് പഠിപ്പിക്കാനൊരു പ്രായമുണ്ട്. LKG കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പക്ഷെ ആ പ്രായം മുതൽ കുട്ടികൾ എന്താക്കാണ് ഈ കാര്യങ്ങളിലേക്കുള്ള അവരുടെ എക്സ്പോഷർ കിട്ടി തുടങ്ങുന്നു എന്നത് ഒരു ഭയങ്കരമായ ഒരു കുട്ടികളുടെ വളർച്ചയെ, ആ നിലക്കുള്ളൊരു വളർച്ചയെ നന്നായിട്ട് ബാധിക്കുമല്ലോ. എക്സാക്ട്ലി ബാധിക്കും. ഈ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മൾ തീരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഫീൽഡാണ് കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഈ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് സ്റ്റേജുകളുണ്ടല്ലോ. ഇപ്പം മെൻ്റലി ആ കുട്ടികൾ പാകപ്പെടുന്നൊരു സമയമുണ്ടല്ലോ, അതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും പാരൻറ്റിങ്ങിനകത്ത് ഇവിടെയാണ് പാരൻറ്റിങ് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് വരുന്നത്. നമ്മൾ ഈ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളിലേക്കും എക്സ്പോഷർ കിട്ടുന്നതിനായിട്ടുള്ള സമയമുണ്ട്, അതിനായിട്ടുള്ള പക്വതയും സമയമുണ്ട്. ആ സമയം ഏതാണ് എന്നുള്ളത് പാരൻസിന് അറിയാമെങ്കിൽ മാത്രമേ, പാരൻസിനും ടീച്ചേഴ്സിനും അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതെവിടെയാണ് ഇതിൻ്റെ ഒരു ലിമിറ്റ് വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇപ്പം അതിലെവിടെ ലിമിറ്റ് വെക്കണം, എവിടെ കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്യുക തന്നെ വേണം. അപ്പം നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് പൂർണ്ണമായിട്ട് അത് തീരുമാനിക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ മൈനേഴ്സിൻ്റെ ഈ റിയൽ വേൾഡിലുള്ള മൈനേഴ്സിൻ്റെ കാര്യത്തിലുള്ള കൺട്രോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അത് ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡിലായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പാരൻസിനും ടീച്ചേഴ്സിനും ഈ കാര്യത്തിലൊരു ധാരണ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഈ കുട്ടികളുടെ പ്രായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ മെൻ്റലി കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടുന്ന സമയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ധാരണ ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാത്തിലേക്കും, ഇപ്പം ന്യൂഡിറ്റി എന്ന് പറയുന്നു, ഈ പലപ്പോഴും ട്രേഡുകൾ നടക്കുന്നുണ്ട് ഇവിടെ. കുട്ടികളുടെ ന്യൂഡിറ്റിയുടെ ട്രേഡുകൾ നടക്കും. നമ്മൾ നേരത്തെ ടെലഗ്രാമിനെ പറ്റി സംസാരിച്ചല്ലോ, സ്നാപ്ചാറ്റിനെ പറ്റി സംസാരിച്ചല്ലോ. അങ്ങനെ തുടങ്ങി പലവിധ പ്ലാറ്റ്ഫോമുകൾ, ഇപ്പോൾ റെഡിറ്റ് ഉണ്ട്, ഡിസ്കോഡ് ഉണ്ട്, അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ. ഈ പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ സജീവമായിട്ട് എന്ന് പറയുമ്പം 6,000 വീഡിയോകൾ, 7,000 വീഡിയോകൾ, ആയിരക്കണക്കിനാണ് വീഡിയോകൾ. അത്രയും വലിയ ട്രേഡുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. അത് നടക്കുന്ന ഒരു സമയത്ത് ഇതിനെപ്പറ്റി ടീച്ചേഴ്സും പാരൻസും അല്ലെങ്കിൽ കെയർ ടേക്കേഴ്സ് അവെയർ ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തോന്നിയിട്ടുണ്ട്. പിന്നെ ആളുകൾ പൊതുവെ ഇപ്പോൾ കുട്ടികളത് മാറി കുറച്ചുകൂടെ മുതിർന്ന ആളുകളിലേക്ക് വന്നാലും പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഈ ലോകത്ത് ജീവിക്കണില്ല, നമ്മളിവിടെ ജീവിക്കാൻ മറന്നുപോവാണ്. പെരുന്നാൾക്ക് ഡ്രസ്സ് ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഇടാനും സ്റ്റോറി ഇടാനുമാണ് എന്നുള്ളിടത്തേക്ക് എത്തി. ഇപ്പം യാത്ര പോകുന്നത് എന്തിനാണ്, നല്ല സ്റ്റോറി കോണ്ടന്റുകൾ, റീൽ കോണ്ടന്റുകൾ കിട്ടുക എന്നതിനപ്പുറത്ത് ഇപ്പം ഈവൻ നമ്മുടെ കോളേജിൽ സ്കൂളിലൊക്കെ നടത്തുന്ന എല്ലാ പരിപാടികളും അതിനുവേണ്ടി മാത്രമായി മാറുകയാണ്. ഇപ്പോൾ കുട്ടികളുടെ ടാലൻറ്റ് ഗ്രോത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് എൻറിച്ച് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പരിപാടിയൊക്കെ അത് റീൽസ് കോണ്ടന്റ് സംസ്കാരത്തിന് വേണ്ടി മാത്രമായിട്ടാണ് മാറുന്നത്. ഇപ്പം ഇതിൽ നോക്കൂ, സ്കൂളുകളിൽ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ സ്കൂളിപ്പോൾ ഒരു അധ്യാപകനെ എടുക്കുമ്പോൾ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ക്രൈറ്റീരിയയുടെ കൂട്ടത്തിൽ ഷുവറായിട്ടും നല്ലൊരു റീലും നല്ലൊരു സെലിബ്രിറ്റിയൊക്കെ ആയൊരു അധ്യാപകനാണെങ്കിൽ അവർ വെൽക്കം ചെയ്യാം. ശരിക്കും ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ആ അധ്യാപകനെ മാർക്ക് ചെയ്യപ്പെടുന്നത് പഠിപ്പിക്കുന്ന കാര്യത്തിലോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലോ ഒന്നുമല്ല. ഒന്ന് മാത്രമല്ല, ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ
അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബ്ലെയിം ചെയ്യാം, ഏത് ബ്ലെയിം ചെയ്യാം, പുറത്തുള്ള കാര്യങ്ങളെ ബ്ലെയിം ചെയ്യാം. പക്ഷെ നോക്കൂ, നമ്മൾ സ്കൂളിൽ കുട്ടികൾ കാണുന്ന കാഴ്ച എന്താണ്? അതുപോലെ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഏറ്റവും പിന്നെ എന്താ പറയുക, ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറേ ടീച്ചേഴ്സ് ഉണ്ട്. അവരെ ക്ലാസ്സിലെ എല്ലാ മൊമെന്റ്സും ഇതുപോലെ എന്താക്കാണ്, റീൽ കോണ്ടന്റുകളാക്കാണ്. അവരോട് നമുക്ക് ചില തിരുത്തലുകൾ നിർദ്ദേശിക്കേണ്ട സത്യത്തിൽ. എക്സാക്ട്ലി. ഈ കുട്ടികളുടെ പ്രൈവസി ഇല്ലേ? അതെ. അപ്പൊ ഞാൻ അത് പറഞ്ഞപ്പോഴാണ് അത് പറയണത് തോന്നി. ഈ അടുത്ത് കുറച്ച് ഫേമസ് ആയ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലെ ചില മൊമെന്റ്സ്, ഞാൻ എന്താണ് പഠിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ആ വ്യക്തി മനസ്സിലാകണമെന്ന് ഉദ്ദേശമില്ലാത്തതുകൊണ്ട് ക്ലാസ്സിലെ മൊമെന്റ്സ് റീലിട്ടിട്ടാണ് അയാൾ എന്താക്കുന്നത്, പിന്നെ വൈറലാകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇങ്ങനെ നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ ഞാൻ അതിലിങ്ങനെ നിങ്ങളുടെ അഭിപ്രായം, അയാൾ എനിക്ക് അറിയാന്നൊക്കെ പറഞ്ഞപ്പം ഈ പേഴ്സണലി ആ ഗ്രൂപ്പിലുള്ള ഒരാൾ വന്നിട്ട് ചോദിച്ചു, അപ്പൊ ഈ കുട്ടികളുടെ പാരന്റ്സിനൊന്നും ഈ പ്രശ്നമില്ല ചോദിച്ചു. എന്നാൽ അയാൾ പറഞ്ഞത്, എന്റെ കുട്ടീനെറ്റാണ് എന്റെ അനുവാദം ഇല്ലാതെ ഈ രൂപത്തിൽ പറയാൻ ഞാൻ ഉറപ്പായിട്ടും സ്കൂളിൽ കയറി അവൻ അടിക്കും. എൻ്റെ കുട്ടി ഇങ്ങനെ അവരുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യപ്പെടണമെന്ന് ഞാൻ തീരെ ആഗ്രഹിക്കണില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഭയങ്കര പോയിന്റാണ്. കുട്ടികളുടെ പ്രൈവസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളുടെ മെന്റൽ ഹെൽത്ത്, കുട്ടികളുടെ പ്രൈവസി, ഈ കാര്യത്തെ പറ്റി ഒരു കൺസേൺ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് എന്തോ റെഗുലേഷൻസ്, എനിക്ക് തോന്നുന്നു കാസർഗോഡോ ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു ഡയറക്ഷൻ ഡി ഓഫീസ് എന്തോ പോയിട്ടുണ്ട് തുടക്കത്തിന്റെ സമയത്ത്, കുട്ടികളുടെ ക്ലാസ് റൂമിൽ നിന്ന് വീഡിയോ എടുക്കരുത് എന്ന് പറയുന്നത്. കാരണം കുട്ടികളുടെ പ്രൈവസി, അവരുടെ നിഷ്കളങ്കതയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, റീലാക്കി മാറ്റപ്പെടുന്നത്. അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലുള്ള ആക്ടിവിറ്റികൾ, അത് അവരുടെ സ്പേസാണ്. ആ കുട്ടികളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും അല്ലെങ്കിൽ LKGയിലെയും UKGയിലെയും അവരുടെ ഓൺ സ്പേസാണ്. അവിടെ ഒരു ക്യാമറ തുറന്നു വെക്കുകയും ലോകത്തിന് അവിടെ ഒരു വ്യൂവറാക്കി കൊണ്ടുവരികയും ചെയ്യുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവർ വളരുന്ന സമയമാണ്, അവരുടെ ഒരു എല്ലാ ഇടപഴകലും നടക്കുന്ന സമയമാണ്. ഇപ്പം അവിടെ നമ്മൾ ആരുടെ നിന്നാണ് കൺസെൻറ്റ് വാങ്ങുന്നത് എന്നുള്ളൊരു ചോദ്യമായിട്ട്. 18 വയസ്സ് കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളോട് നമ്മൾ ചോദിക്കില്ലേ, ഞാനിപ്പോൾ സ്ട്രീറ്റിൽ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ ഫോക്കസ് ചെയ്താണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബേസിക് ഉത്തരവാദിത്തമാണ് അയാളോട് പോയി ചോദിക്കുക എന്നുള്ളത്. ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ, അത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യട്ടോ എന്നുള്ളത്. ഇതിൽ ആരോടാണ് കൺസേൺ വയ്ക്കുന്നത്? കുട്ടിയോട് വയ്ക്കാൻ കഴിയില്ല. 6 or 7 വയസ്സുള്ള കുട്ടിയോട് പോയിട്ട് എൻ്റെ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ലല്ലോ. അപ്പോൾ വേറെ ആരോടും നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ബ്ലർ ചെയ്യേണ്ട വിഷ്വൽസ് ആണത്. അവിടെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. കുട്ടികളുടെ എല്ലാ ഇന്നസെൻസും കൊണ്ടുവന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതിൽ എത്രത്തോളം മോട്ടിവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഈ വിഷയത്തിൽ കുട്ടികളുടെ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് അഭിപ്രായം. കാരണം 50 കുട്ടികളുള്ളൊരു ക്ലാസ് റൂമിൽ 49 കുട്ടികൾക്കും പ്രശ്നമില്ല. അതിലൊരു കുട്ടി വലുതായതിനു ശേഷം എന്നെ അന്ന് വീഡിയോ എടുത്ത്, എൻ്റെ ക്ലാസ് റൂമിൽ വീഡിയോ എടുത്ത് നന്നായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതി. അപ്പം അത് ഒബ്വിയസ്ലി നമുക്ക് പറയാൻ പറ്റില്ല പ്രശ്നം ഉണ്ടാവുമോ ഇല്ല എന്നുള്ളത്. അപ്പം ആ പ്രൈവസിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നൊന്നുമില്ല, കുട്ടികളുടെ പ്രൈവസിയും കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് ഇവിടെ കൺസേൺ അല്ല. ഈ ആഘോഷങ്ങളുടെ പിന്നാലെ, റീച്ചിന് പിന്നാലെ, ആവേശത്തിന് പിന്നാലെ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത് ഈ കുട്ടികളുടെ കാര്യങ്ങളാണ്. ഉറപ്പിച്ചുള്ളൂ, ഇനിയൊരു 5 or 6 കൊല്ലം കഴിയുമ്പം ഇവിടെ കുട്ടികളെ ഏറ്റുപറച്ചിൽ വരും. ഞാൻ സോഷ്യൽ മീഡിയയിലെ പല പ്രശ്നങ്ങളിലേക്കും പോയി പെട്ടു, കാരണം അന്ന് എനിക്കത് പറഞ്ഞു തരാൻ ഒരാളും ഇല്ലായിരുന്നു എന്ന് പറയും. ഇപ്പം നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മുതിർന്ന ആൾക്കാരുടെ ഏറ്റുപറച്ചിൽ, ഞങ്ങൾക്ക് കരിയറിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നില്ല എന്ന്. അന്നത്തെ ആൾക്കാരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല, കാരണം അവർക്ക് അറിയില്ലായിരുന്നു. അതിൻ്റെ മുതിർന്ന ആൾക്കാർക്ക് അറിയില്ലായിരുന്നു ഭാവിയിൽ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. ഇപ്പം അത് കുറേ കൂടെ സീരിയസ് ആയിട്ടുള്ള ഏറ്റുപറച്ചിലുകൾ നാളെ വരും. ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എവിടേക്ക് പോകേണ്ട എന്നുള്ളത് പറഞ്ഞു തരാൻ ആളുകളില്ലായിരുന്നുവെന്ന് വരും തലമുറ കംപ്ലയിൻറ്റ് ചെയ്യുന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടിയൊക്കെ അറിയില്ല. കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കുട്ടികളോട് ഓരോ കാര്യങ്ങളും ഇപ്പം ഫിസിക്കൽ വേൾഡിൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നമ്മളാണ്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത് പറഞ്ഞു കൊടുക്കുന്നില്ല? ഇനി പോട്ടെ, ഈ സോഷ്യൽ മീഡിയയുടെ എഫക്റ്റ് ഇപ്പം നമ്മൾ ക്ലാസ് റൂമിൽ പോകുമ്പം പലപ്പോഴും ഇപ്പം ഈ അടുത്ത കാലം വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കാര്യമല്ലേ, അതായത് ഇപ്പം ചില ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഷാർപ്പിനറും എറേസറും വരെ സ്കൂൾ കൊടുക്കും. അതാകുമ്പോൾ എല്ലാവർക്കും ഒരുപോലത്തതാവും, കുട്ടികളുടെ പരാതി വരില്ല എന്നുള്ളത്. സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരാം. സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഈ ഷാർപ്പിനറും എറേസറും എല്ലാം നമ്മൾ സെയിം ആക്കി കൊടുത്ത് ഇവിടെ എല്ലാം ഈക്വാലിറ്റി കൊണ്ടുവന്ന് ഈ കുട്ടി റീലിൽ പോകുമ്പോൾ എന്താ കാണുന്നത്? ഈ കംപ്ലൈനിങ് വീണ്ടും വരികയല്ലേ. അവിടെ ആ കുട്ടികളെ പറ്റിയിട്ട് ആരാ ആലോചിക്കുന്നത്? ഇല്ലല്ലോ. എല്ലായിടത്തും ആ കൺസേൺ ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. അപ്പോൾ ഈ ശരിക്കും ഇപ്പം ഈ റീലുകളിലെ എന്താ പറയുക കണ്ടന്റുകളാക്കപ്പെടുന്ന ഈ കുട്ടികൾ ഓർക്കൊരു 10 കൊല്ലം കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു വിഷമത്തിന് ശരിക്കും ഈ അധ്യാപകൻ കാരണക്കാരനാവും. ഈ പറഞ്ഞ പോലെ അവരുടെ ഈ ക്ലാസ് റൂം മുറിയിലെ 6 വയസ്സുകാരൻ്റെ ഇന്നസെൻസ് ഇപ്പോൾ ചിലപ്പോൾ മില്യൺ അടിക്കാനുള്ള കാരണമാകാം. പക്ഷെ അവൻ ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് അവരുടെ താടി മീശയൊക്കെ വന്നില്ലെങ്കിൽ അവരൊരു വലിയ ആളായിട്ട് ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് തോന്നുന്ന ഒരു റിഗ്രഷൻ, പക്ഷേ എൻ്റെ ഈ സാധനം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയാൽ അവിടെ ആരാണ് ഉത്തരവാദി എന്നത് വളരെ കൺസേൺ ആയി നമ്മുടെ ടീച്ചേഴ്സ് എടുക്കണം. പ്രത്യേകിച്ച് പുതിയ കാലത്തെ ടീച്ചേഴ്സ് പിന്നെ
അങ്ങനെ പേരിൽ തന്നെ ടീച്ചർമാരായി പേരിൽ അറിയപ്പെട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന വലിയൊരു വിഭാഗം ടീച്ചേഴ്സ് ഉണ്ട്. അവർ ദയവ് ചെയ്ത് അതിൽ നിന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യണമെന്ന് ഈ ഒരു സമയത്ത് നമ്മൾ പറയാൻ ആവശ്യപ്പെടും. നമ്മൾ പ്രൈവസിനെ പറ്റിയൊക്കെ വലിയ സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന സമയമല്ലേ. അപ്പോൾ ഈ കുട്ടികളുടെ പ്രൈവസി നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. കാരണം കുട്ടിക്ക് അത് പറയാൻ കഴിയില്ല, കുട്ടികൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന പൊസിഷനിലുള്ള ആൾക്കാരാണ്. അവരത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആരത് മനസ്സിലാക്കുക, അത് ചെയ്യേണ്ടതായിട്ടുണ്ട് തന്നെയാണ്. പൊതുവെ അസിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൽ പിന്നെ അസിലൊരു വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്, അതോടൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നമുക്ക് പറയാവുന്ന കണ്ടന്റ് ക്രിയേറ്റർ. ഇൻഫ്ലുവൻസർ അല്ല, അതൊരു നെഗറ്റീവാണ്. അല്ല, നെഗറ്റീവ് എന്നുള്ളതല്ല. എനിക്ക് താല്പര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്നത് ആരായാലും അവർ മാത്രമായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം നമ്മൾ ആ പറഞ്ഞതിലൊന്നും കാര്യമില്ലാതാവുമല്ലോ. കാരണം ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് അഭിപ്രായങ്ങൾ കേൾക്കാം, ആ അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാര്യങ്ങൾ അനലൈസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. അതാണ് എൻ്റെ രീതി. ഞാനെന്നല്ല, വേറെ ആര് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായം പറയുന്നതുകൊണ്ടും അതൊരിക്കലും എന്ത് ചെയ്യരുത്. അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഒരഭിപ്രായം ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, ഇതുകൊണ്ട് മാത്രം ആരും ഒരു അഭിപ്രായം സ്വീകരിക്കണ്ട. അവർ ചിന്തിക്കുക, അവർ ചിന്തിച്ച ശേഷം അവർ തീരുമാനം എടുക്കട്ടെ. അതാണ് പേഴ്സണൽ സ്റ്റൈൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു വിദ്യാർത്ഥിയാണ്, അതേപോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്, പിന്നെ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സത്യത്തിൽ ഇത് മൂന്നും ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമ്മൾ കുട്ടികളോട് പറയുന്നത്. ഇപ്പോൾ ഈ സെലീന ഗോമസ് എന്ന് പറയുന്ന പിന്നെ ഒരു സെലിബ്രിറ്റി ഉണ്ട്, ഒരു പോപ്പ് സിംഗറാണ്. അവർ കുറച്ച് മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് 400 മില്യൺ ആണെന്നാണ് ഓർമ്മ അവരുടെ പിന്നെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. ക്രിസ്ത്യാനോന് 600 മില്യൺ ഉണ്ട് തോന്നുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു ആദ്യത്തെ 10 ഫോളോവേഴ്സുള്ള, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള 10 അക്കൗണ്ട് എടുത്താൽ ഇൻസ്റ്റാഗ്രാമിൽ അതിൽ 10ൽ പെടുന്ന ഒരാളാണ് ഇവർ. അപ്പോൾ ഇവർ കൊടുക്കുന്ന ഒരു സജഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ജനറേഷനോട് എന്താണ് നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കൊടുക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഗെറ്റ് ഔട്ട് ഫ്രം ദ സോഷ്യൽ മീഡിയ എന്നാണ്. എന്തായാലും പറയുന്നുണ്ട്, ഞാനത് യൂസ് ചെയ്യണില്ല, എൻ്റെ അക്കൗണ്ട് എൻ്റെ മാനേജറാണ് യൂസ് ചെയ്യുന്നത്, ഞാനത് യൂസ് ചെയ്യണില്ല എന്ന് പറയുന്നുണ്ട്. അവരൊരു അഭിപ്രായമായിട്ട് പറയുന്നുണ്ട്. അത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആണ്. അല്ലെങ്കിൽ കണ്ണ് തുറന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ എന്താ പറയുക ഒരു ഗുണപാഠമാണ് എന്ന് പറയാം. അതേപോലെ ഇപ്പോൾ ഇവിടെ അധ്യാപകരടങ്ങുന്ന, രാഷ്ട്രീയക്കാരടങ്ങുന്ന, വിദ്യാർത്ഥികളടങ്ങുന്ന സമൂഹത്തോട് അസീലിന് ഒരു എന്നോട്ടായി പറയുമ്പോൾ എന്താണ് പറയാനുള്ളത്? സോഷ്യൽ മീഡിയ സെക്ടറിനോടും നമ്മൾ അഭിസംബോധന തോന്നുന്നു. രാഷ്ട്രീയക്കാർ, അതുപോലെ രാഷ്ട്രീയക്കാർ ഇൻ ദ സെൻസ് ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുന്ന നമ്മുടെ എല്ലാവരും, അതിൽ പിന്നെ ലെജിസ്ലേഷൻ, അതുപോലെ എക്സിക്യൂഷൻ, ജുഡീഷ്യറി ഒക്കെ. ഞാൻ രാഷ്ട്രീയക്കാരെന്നല്ല, നമ്മുടെ രാഷ്ട്രത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം അതുണ്ട്. പിന്നെ രക്ഷിതാക്കൾ, അധ്യാപകർ, പിന്നെ കുട്ടികൾ, എല്ലാവരോടും ഒരു എന്നോട്ടെന്താണ് പറയാനുള്ളത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും എന്തും പറയാവുന്ന ഒരു സ്പേസാണ്. അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും ദോഷങ്ങളും ഉള്ള സ്പേസാണ്. നമ്മൾ എത്ര നേരം സംസാരിച്ച മോണിറ്ററിങ്ങും ഓഡിറ്റിങ്ങും എല്ലാം അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യമായി വരുന്നത്. ആൻഡ് ഇൻ്റർനെറ്റ് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു സോഷ്യൽ മീഡിയ. അത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഇൻ്റർനെറ്റിൽ? സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒരുപാടുണ്ട്. ഇപ്പം എനിക്ക് 10 അവറൊക്കെ സ്ക്രീൻ ടൈം ഉള്ള ദിവസം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അദാനിയുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത തലേദിവസം എനിക്ക് 13 അവറാണ് എനിക്ക് സ്ക്രീൻ അവറുള്ളതായിട്ടുള്ളത്. അതിലേറ്റവും കൂടുതലുള്ളത് മറ്റേ റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, അല്ലെങ്കിൽ ദ വയർ, സ്ക്രോൾ, ക്വിൻറ്റ്, ഇന്ത്യയിലെ കുറേ എന്താ പറയുക മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അത് മുഴുവൻ അവൈലബിൾ ആണ് നമ്മുടെ മുന്നിലേക്ക്. ഇത് എന്നെക്കാളൊക്കെ എത്രയോ നന്നായി ഇത് വായിക്കുകയും ഇതിൽ ആർട്ടിക്കിൾ എഴുതുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഒറ്റ കാര്യമുള്ളൂ, വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം, നിങ്ങളുടെ സ്ക്രീൻ ഹവറിൽ ഒന്നാമത്തെ കാര്യം ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ആവാതിരിക്കുക. ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഓർ ഫേസ്ബുക്ക്, ഓർ വാട്ട് എവർ നിങ്ങളുടെ സ്ക്രീൻ ടൈം, ഇപ്പോൾ ഐഫോണിലൊക്കെ എടുത്ത് നമുക്ക് സ്ക്രീൻ ടൈം അനലൈസ് ചെയ്യാൻ പറ്റുമല്ലോ, ആൻഡ്രോയിഡിലും പറ്റും. അതിൽ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അൺലെസ് നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുന്ന ആളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നാമത്തത് അതാവാതിരിക്കുക. കാരണം ഇതിൽ വീഡിയോ ഇടുന്ന എൻ്റെത് പോലും ഒന്നാമത്തത് അതല്ല. ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സാപ്പോ ഒന്നുമല്ല ഒന്നാമത്തത്. അപ്പോൾ അതിന് പുറത്തൊരു ലോകമുണ്ട്, അത് യൂസ് ചെയ്യുക. ആൻഡ് അതിൻ്റെയും പുറത്തൊരു ലോകമുണ്ട്, ഇൻ്റർനെറ്റിൻ്റെയും പുറത്തൊരു ലോകമുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നൊക്കെ വിമർശനാത്മകമായി ഞാൻ തന്നെ കാണുന്നതാണ് ഫുൾ ടൈം ഇൻ്റർനെറ്റിലാണെന്നുള്ളത്. ഇൻ്റർനെറ്റിന് പുറത്തൊരു ലോകമുണ്ട്, അവിടെ മനുഷ്യന്മാരുണ്ട്. ആ മനുഷ്യന്മാരെ കണ്ടാലും ആ മനുഷ്യന്മാരുടെ ജീവിതം അറിഞ്ഞാലും മാത്രമേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രാഷ്ട്രീയമാണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും അതിലെല്ലാം അപ്പുറം കുറേ കൂടെ നമുക്ക് വായിക്കാനുള്ളത് പുറത്തുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അവർ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പറയാൻ വോയിസ് ഇല്ലാത്തവരായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള പ്രിവിലേജ് ഇല്ലാത്തവരായിരിക്കും. ആ മനുഷ്യന്മാരെ കൂടി കാണാൻ വേണ്ടിയിട്ട് സമയം ചിലവഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ.
ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും തുടങ്ങിയ സോഷ്യൽ മീഡിയ നമ്മുടെ ഒന്നാമത്തെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാവാതിരിക്കുക. അത് ഇൻ്റർനെറ്റിൻ്റെ ബാക്കി സ്ഥലങ്ങളിലേക്ക് കൂടി കൊടുക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയക്കും ഇൻ്റർനെറ്റിനും പുറത്തുള്ള മനുഷ്യന്മാരെ കേൾക്കാനും വായിക്കാനും തയ്യാറാവുക. അവിടെയാണ് റിയൽ വേൾഡ് ഉള്ളത് എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. ഏതായാലും നമ്മൾ ഈ കുട്ടികളിയെല്ലാം സോഷ്യൽ മീഡിയ എന്ന ഞങ്ങളെ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് മാർച്ച് മാസം അവസാനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഒരു 4-5 കുട്ടികളെ പ്രസൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർ അതിൽ ഉള്ള കുട്ടികളുണ്ട്, അവർ ഈ പറഞ്ഞതുപോലെ അവർ ഫോൺ നന്നായി ഉപയോഗിക്കുന്നവരാണ്, പക്ഷേ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരല്ല. അപ്പോൾ അവരുടെ സമയത്ത് ഏറ്റവും ക്രിയേറ്റീവായി എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമ്മുടെ മുന്നിൽ ജീവിക്കുന്ന എക്സാമ്പിളുകളായി മാതൃകകളായി ആ കുട്ടികളെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതൊരു ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതൊരു നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇത്രയും സംസാരിച്ചു, ഇതിനെല്ലാം അപ്പുറത്തേക്ക് കുട്ടികളുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അടിപൊളി കുട്ടികളുണ്ട്. അവർ AI ടൂളുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. AI ടൂളുകളെ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതിനെ പറ്റി അവർ പറയുന്നുണ്ട്. കരിയറിൽ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. 13-14 വയസ്സുള്ള കുട്ടികൾ പുതിയ ഫേമുകൾ സ്റ്റാർട്ട് ചെയ്ത് ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്ന നാടാണിത്. അങ്ങനെ ഉപയോഗിക്കാൻ നമുക്ക് സോഷ്യൽ മീഡിയനെ പറ്റും. പക്ഷേ ഈ ഒരു ഭാഗത്തെ പറ്റി നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്ന് മാത്രം. പലരും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗവും ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലെ റീലും സോഷ്യൽ മീഡിയ ആണെന്നുള്ളതാണ്. അത് അങ്ങനെയല്ല, അതിൻ്റെ വേറെ ഭാഗമാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നില്ല, പക്ഷേ അതായിരിക്കും യൂസ്ഫുൾ. ഏതായാലും ദീർഘമായൊരു സമയം നമ്മൾ സംസാരിച്ചു. ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു ചിന്തിക്കാൻ ഒരു കാരണമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം നമ്മൾ സംസാരിച്ചത് ഇവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്ന് പറയുന്നത് അതീവ ഗുരുതരമായ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വൈകുന്ന അത്രയും സമയം വലിയ ലോസ് നമ്മുടെ ഒരു ഹ്യൂമൻ റിസോഴ്സിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ വൈകാതെ തിരിച്ചറിയാൻ നമ്മുടെ സംസ്ഥാനത്തിനും രാജ്യത്തിനുമൊക്കെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ ഈ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായതിൽ അസീലിന് നന്ദി അറിയിക്കുകയാണ്. വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ എല്ലാവിധത്തിലുമുള്ള സ്നേഹം അറിയിക്കുകയാണ്. അതോടൊപ്പം ഇനിയും വളരെ അടുത്ത ദിവസങ്ങളിൽ സമാനമായ ചില പ്രോഗ്രാമുകളുമായി കൂടെ വന്ന് ഈ ക്യാമ്പയിൻ ഇവിടെ നമ്മൾ എൻഡ് ചെയ്യും ഔദ്യോഗികമായി. എന്നാലും ഈ ആശയത്തെ അതിൻ്റെ എസെൻസിൽ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും, അതോടൊപ്പം കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ഓതിയിടാം. ആദ്യം നീ നന്നാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മളിൽ നിന്നൊരു മാറ്റം തുടങ്ങി ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.